എടാ നീ ഒരു കാര്യം മനസ്സിലാക്കണം. നീയൊക്കെ ഇങ്ങനെ കിടന്ന് പെടുമ്പോ പ്ലീസ് സ്റ്റേ ട്യൂൺ മൈസെൽഫ് ഐ ആം ഫ്രം ഇന്ത്യ കേരള ദിസ് ലൈവ് സെക്ഷൻ വി കൻ കോൾ ബിസി ടോക്ക്. സോ ബിസി ടോക്കിൽ ഇന്നത്തെ ടോപ്പിക് എന്താണ്? ദേഷ്യം. ദേഷ്യം ആദ്യം എന്നോട് പ്രകടിപ്പിക്കുക. എന്നെ ആരെയും ചോദ്യം ചെയ്യുന്ന നിന്നെ ഞാൻ ഈ ചിക്കൻ മറിച്ചിടണം തുടങ്ങിയ നിന്നെ ഞാൻ റൈസ് കുക്കറൊക്കെ മേടിച്ചുകള് അറിവില്ലാത്ത പോലെ കാര്യങ്ങളിലോട്ട് നീങ്ങുമ്പോ എനിക്കത് ഭയങ്കര ദേഷ്യമാണ്. അങ്ങനെയല്ല, ആക്ച്വലി അങ്ങനെയല്ല. പിന്നെ നിറകൂടം നിനക്കൊന്നും എന്റെ കൂടെ സംസാരിക്കാൻ വേറെ പണിയില്ല. നീ നിന്റെ പാട് നോക്കി പോടാ, ഇറങ്ങി പോടാ, ലൈവ് ഒന്ന് പോടാ. എനിക്ക് അങ്ങനെ ദേഷ്യപ്പെടാനൊന്നും അറിഞ്ഞൂടാ. സത്യം എന്താടാ നിനക്ക് ദേഷ്യപ്പെട്ടാല്? അടിച്ചോണ്ടുള്ള ഫേസ് കാണുമ്പോ നമുക്ക് ദേഷ്യപ്പെടാൻ തോന്നത്തേ ഇല്ല. എനിക്ക് ഒന്നും ദേഷ്യപ്പെടാൻ പറ്റുന്നില്ല. അതെന്താ തനിക്ക് ദേഷ്യപ്പെട്ടാല്? തനിക്ക് എന്നെ കണ്ടിട്ട് കോമഡി ആയിട്ട് തോന്നുന്നുണ്ടോ? നിന്റെ വിചാരം ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യോ വല്ലതും? വിചാരം ജീവറ നിനക്ക് ടാസ്ക് എടുക്കാനുള്ള ധൈര്യം ഉണ്ടോ? എന്റെ വിചാരം അന്വേഷിക്കാനാണോ നീ വന്നത്? വീട്ടിലുള്ള ആൾ വിളിച്ചാൽ മതി കേട്ടാ. എടാ 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 ബളബളാന്ന് സംസാരിക്കുന്നുണ്ടല്ലോ, നീ എന്തോ ഇവിടെ ഒന്ന് കാണിക്കുന്നത്? ദേഷ്യം കൊണ്ടൊന്നും നേടാനില്ല, നഷ്ടപ്പെടാനേ ഉള്ളൂ. നല്ല ശാന്തിയില്ല വ്യക്തിയാണ്, എല്ലാം കേൾക്കാൻ തയ്യാറായ ഒരു വ്യക്തിയാണ്, മനസ്സിലായോ? So again myself Raka, I'm from India Kerala. This live section we can call BC Talk. BC Talk il namukku oru topic undu. Topic suggestion angry aanu, ദേഷ്യം. So this section we can call BC Talk. BC Talk, I have a topic suggestion. My topic suggestion is angry. So please tell your opinion regarding this topic. Okay? നാട്ടിൽ പോയാൽ എന്ത് ചെയ്ത് ജീവിക്കും? ടെൻഷൻ ആവുന്നുണ്ടോ? Topic no. My topic is angry, so you can come and you can talk regarding this topic, your opinions. If you're a person with angry mind and you are a soft person, you can share. Okay, Rolex. Thank you, Rajiv. So please എന്താണ് എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു, എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു, എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക. നമ്മുടെ ടോപ്പിക് ഇതാണ്, ദേഷ്യം. അപ്പൊ സന്തോഷമുള്ള ആളുകളാണെങ്കിലും സങ്കടമുള്ള ആളുകളാണെങ്കിലും ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ദേഷ്യമുള്ള ആളാണോ? ദേഷ്യമുള്ള ആളാണെങ്കിലും മുൻചുണ്ടിക്കാരനാണെങ്കിലും മുൻചുണ്ടിക്കാരിയാണെങ്കിലും പെട്ടെന്ന് തന്നെ ലൈവിലോട്ട് വന്നോളൂ. ലൈവിൽ വന്നിട്ട് നിങ്ങളുടെ ദേഷ്യം ആദ്യം എന്നോട് പ്രകടിപ്പിക്കുക. എന്നോട് ദേഷ്യം പ്രകടിപ്പിച്ചതിന് ശേഷമാകണം നിങ്ങളുടെ ദേഷ്യം എങ്ങനെയാണ് വരുന്നത്, ഏത് സിറ്റുവേഷനിൽ ദേഷ്യപ്പെടുന്ന ഒരാളാണ്, എങ്ങനെയാണ് ദേഷ്യം ഓവർകം ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ. ഓക്കെ അല്ലേ? സോ ഐ എം ഗിവിംഗ് എ ടാസ്ക്. ആക്ച്വലി ടുഡേ ഐ എം ഗിവിംഗ് എ ടാസ്ക് ടു ഓൾ. എൻ്റെ ചെറിയൊരു ടാസ്ക്കാണ്. ആദ്യം ലൈവിൽ റിക്വസ്റ്റ് ചെയ്തേം പാട് തെറി വിളിക്കരുത്. എന്നെ ദേഷ്യപ്പെട്ടൊന്ന് സംസാരിക്കാം. ദേഷ്യപ്പെട്ട് സംസാരിച്ചതിന് ശേഷം നിങ്ങൾ പറയാം നിങ്ങൾ ദേഷ്യമുള്ള ഒരു വ്യക്തിയാണോ, അല്ലെങ്കിൽ നിങ്ങളൊരു വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള പേഴ്സൺ ആണോ, എങ്ങനെയാണ് നിങ്ങൾ ദേഷ്യപ്പെടാറ്, ഏത് സിറ്റുവേഷനിലാണ് നിങ്ങൾ ദേഷ്യപ്പെടാറ്, ഈ ദേഷ്യം വരുന്ന സമയത്ത് നിങ്ങൾ എന്തെങ്കിലും സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യാറുണ്ടോ, ആരോടാണ് ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെട്ടത്, അതുമൂലം എന്തെങ്കിലും നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, ഇതൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഓക്കെ? സോ ജംഷി, എന്താണ് വിശേഷം? നമ്മുടെ ടോപ്പിക് ദേഷ്യമാണ്. റോളക്സ് ദേഷ്യമുള്ള ഒരാളാണെങ്കിൽ പെട്ടെന്ന് തന്നെ ലൈവിൽ വരിക, എന്നോടൊന്ന് ദേഷ്യപ്പെടുക. എന്നോട് ദേഷ്യപ്പെട്ടതിന് ശേഷം ഞാൻ തിരിച്ച് ദേഷ്യപ്പെടുന്നുണ്ടോ എന്ന് ആദ്യം നോക്കാം, അതിനുശേഷം നമുക്ക് ബാക്കി കാര്യത്തിലേക്ക് കിടക്കാം. ഓക്കെ? സോ പ്ലീസ് ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ലൈവിലോട്ട് ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ട്, ആരാണെന്ന് നോക്കാം. യെസ്, ജംഷി, വെൽക്കം ടു മൈ ലെഷൻ. ആൻഡ് ഫസ്റ്റ് ജംഷി പ്ലീസ് എന്നോടൊന്ന് ദേഷ്യപ്പെടൂ. രണ്ട് ദിവസമായിട്ട് നീ എവിടെ ഇരുന്നടി പറടി? നീ ആരടാ? തോന്നിയ നിന്റെ മോനെ ഞാൻ അടിച്ച് ഞാൻ പിടിക്കൂട്ടാ. എടാ നീ ഒരു കാര്യം മനസ്സിലാക്കണം. നീയൊക്കെ ഇങ്ങനെ കിടന്ന് പെടുമ്പോ തിരിച്ച് നീ കാര്യം മനസ്സിലാക്കണ്ടി. ഈ നിന്നൊരു കാര്യം ഞാൻ പറയണ അങ്ങനെ കേട്ട ചട്ടക്കാട് കഴിഞ്ഞു മണ്ടക്കിൽ. നീ പറയുമ്പോഴത്തേക്കും പേടിച്ച് നിൽക്കുന്നതല്ല പെണ്ണ്, മനസ്സിലായോ? നിന്നെ ഞാൻ ഈ ചിക്കൻ മറിച്ചിടണം തുടങ്ങിയ നിന്നെ ഞാൻ റൈസ് കുക്കറൊക്കെ ദേഷ്യപ്പെടാൻ പറഞ്ഞാൽ ദേഷ്യപ്പെടണം ആദ്യം. എനിക്ക് ദേഷ്യപ്പെടാറില്ല. ജംഷി സത്യം പറ, റിയൽ ക്യാരക്ടർ എങ്ങനെയാണ്, ലൈഫിൽ എങ്ങനെയാണ്? ദേഷ്യമുള്ള ഒരു വ്യക്തിയാണോ, അതൊരു പാവപ്പെട്ട ഒരു പാവം മനസ്സുള്ള ഒരു പയ്യനാണോ? ഒരിക്കലുമല്ല. എന്റെ വൈഫിന് എന്റെ മദർ കൊടുക്കുന്ന ഒരു അഡ്വാൻസ് ഒരു ഇതുണ്ട്. ജംഷിയുടെ കൂടെ നീ ജീവിക്കുന്നതിൽ നിനക്ക് മോളെ അവാർഡ് ഒന്ന് തന്നാൽ പോരാ, അതുക്കും മുകളിൽ എന്താണെന്ന് വെച്ചെങ്കിൽ അത് തരണം എന്ന് പറയും. സിംഗിൾ ലൈഫിലാണ് ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ളത്, വൈഫ് ആയതിനു ശേഷമാണോ?
വൈഫായിട്ടല്ല, എനിക്ക് ഓൾമോസ്റ്റ് ഞാൻ ഇവിടെ അങ്ങനെ ബിസിനസ്സും പല കാര്യങ്ങളും ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് ഫ്രസ്ട്രേഷൻസ് ഉണ്ട്. സോ എനിക്ക് എന്തെങ്കിലും എന്റെ അറിവുള്ള ആളുകൾ അറിവില്ലാത്ത പോലെ കാര്യങ്ങളിലോട്ട് നീങ്ങുമ്പോൾ എനിക്കത് ഭയങ്കര ദേഷ്യമാണ്. ബിക്കോസ് ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുന്നത് എന്തിനാണ്? ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുന്നത് ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുന്ന നമുക്കൊരു അറിവുള്ള ഒരു വ്യക്തി അത് ആ അറിവ് ഇല്ലാത്ത രീതിയിൽ പെരുമാറുമ്പോൾ അതെനിക്ക് ഭയങ്കര ദേഷ്യമാണ്. വേറെ ഓക്കെ. എന്തും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും. സോ ഞാൻ ദേഷ്യം എന്റെ മൂലം നഷ്ടപ്പെട്ടത് എന്തെങ്കിലും ഉണ്ടോ? ദേഷ്യം മൂലം നഷ്ടപ്പെട്ടത് എന്തെങ്കിലും ഉണ്ടോ? ഒരു 2 ലക്ഷം ദിറംസ് ഉണ്ട്. 2 ലക്ഷം തരുമോ? യെസ്, ബിക്കോസ് ദേഷ്യം ഞാൻ മൂലം എന്റെ ഒരു നഷ്ടപ്പെട്ടത് എമൗണ്ട് അതെ 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 കാരണം ഞാൻ അതെങ്ങനെയാണ്? എന്റെ അതായത് ഇവിടെ എന്റെ ഒരു ക്ലയന്റ് ആയിരുന്നു. ആള് ഒരു 3-4 ഇയേഴ്സിന്റെ ക്ലയന്റ് ആയിരുന്നു. സോ എന്റെ ഒരു കമ്മിറ്റ്മെന്റ്സ്, എന്റെ ഒരു അഡ്വാൻറ്റേജ് ആള് കണ്ടിട്ട് എന്റെ കൂടെ പാർട്ട്ണർഷിപ്പ് ചെയ്താണ്. ആള് വേറൊരു ബിസിനസ് ആണ്. ഗുഡ്. സോ ആൾക്ക് ഞാൻ ഒരുപാട് പേയ്മെന്റ് ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഓക്കെ, ജസ്റ്റ് മേക്ക് ഇറ്റ് അതുകൊണ്ട് ഷോർട്ട് ആക്ച്വലി. അപ്പൊ അപ്പൊ ബിസിനസ്സിൽ പിന്നെ നഷ്ടം വന്നു 2 ലക്ഷം ദർഹം. അതെ 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 അത് ഞാൻ ആളെ വിളിക്കാൻ പറ്റാത്ത അതിന്റെ അപ്പുറത്തേക്കുള്ള തെറിയും കാര്യങ്ങളും ഭയങ്കര ഭീഷണി മുടക്കലും കാര്യങ്ങളൊക്കെ ആയപ്പോ അത് പിന്നെ നഷ്ടപ്പെടേണ്ടി വന്നു എനിക്ക്. ജംഷി വിടൂ. ദേഷ്യം എങ്ങനെയാണ് ഓവർകം ചെയ്യാൻ നോക്കുന്നത്? എന്തെങ്കിലും ടിപ്സ് സ്റ്റാർട്ട് ചെയ്തോ? എന്തെങ്കിലും ടിപ്സ് അയ്യ പറഞ്ഞിടാനുണ്ടോ? യെസ്, സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് എന്റെ ഒരു ചെറിയൊരു മോളുണ്ട്. ഇപ്പൊ എന്ത് ദേഷ്യപ്പെടുകയാണെങ്കിലും അതിന്റെ മുഖം ഫസ്റ്റ് എന്റെ മുന്നിൽ വരും. സോ ഗുഡ് ഞാൻ ബൈ. ഓവർകം ചെയ്യും. ഗുഡ് ബൈ. മെച്ചുവേർഡായി ജംഷി, മെച്ചുവേർഡായി. യെസ് യെസ്, ഓഫ് കോഴ്സ്. ഓക്കെ, താങ്ക് യു ജംഷി. നമുക്ക് അടുത്ത ആളിലേക്ക് പോയാലോ? താങ്ക് യു ഫോർ ഓക്കെ. ജോയിനിങ്. Okay, thank you. So please stay tuned. Myself, Rack, I'm from India, Kerala. This live session we can call BC Talk. So BC Talkile ഇന്നത്തെ ടോപ്പിക് എന്താണ്? ദേഷ്യം. നിങ്ങൾ ദേഷ്യമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ദേഷ്യം മൂലം നിങ്ങൾക്ക് വന്ന പ്രശ്നങ്ങൾ, എന്ത് കാര്യങ്ങളിലാണ് നിങ്ങൾ ദേഷ്യപ്പെടുന്നത്, ആരോടാണ് ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുന്നത്, ഈ ദേഷ്യം മൂലം വന്ന പ്രശ്നങ്ങളെല്ലാം പറയാം. അതൊന്ന് ഓവർകം ചെയ്യാൻ എന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാം. പക്ഷേ ലൈവിലോട്ട് വരുന്ന ആളോടത്ത് എനിക്ക് ഒരേ ഒരു കാര്യം പറയാനുള്ളൂ. നമുക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. പക്ഷേ ഫസ്റ്റ് ഞാനൊരു കാര്യം പറയാം. ഓക്കെ, റിക്വസ്റ്റ് പോയിട്ടുണ്ട്. ഇനി നമ്മുടെ ലൈവിലോട്ട് ആദ്യമായിട്ട് വരുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കേണ്ടത് ഒരു ചെറിയ ടാസ്ക് ഉണ്ട്. ടാസ്ക് ഇതാണ്: ആദ്യം തന്നെ ദേഷ്യപ്പെട്ട് തുടങ്ങണം. അതായത് എൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ട് തുടങ്ങണം, തെറി പറയരുത്. ഓക്കെ, എൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ട് തുടങ്ങിയതിന് ശേഷം വേണം നിങ്ങൾ ദേഷ്യമുള്ള വ്യക്തിയാണോ അല്ലെന്ന് സംസാരിക്കാൻ. ചെറിയൊരു ടാസ്ക് ആണ്. നിങ്ങൾ ഈ ടാസ്കിന് വേണ്ടി പ്രിപ്പയർ ആയെന്ന് വിചാരിക്കുന്നു. ജേക്കബ്, എന്തുണ്ട് വിശേഷം? സുഖല്ലേ? എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ പ്ലീസ്, ആരാണ് ലൈവ് വാച്ച് ചെയ്യുന്നത് ഇപ്പൊ? താങ്ക് യു ഡിയർ. ദേഷ്യമുള്ള ആളാണോ? എന്താണ് നിങ്ങൾ ലൈവ് വാച്ച് ചെയ്യുന്ന ആളുകളൊന്ന് കമന്റ് ചെയ്തേ. കാരണം എനിക്ക് ആരൊക്കെയാണ് ലൈവ് വാച്ച് ചെയ്യുന്നത് അറിയില്ല. വിനീഷ് ദേഷ്യമുള്ളൊരു വ്യക്തിയാണോ? സുഖം സുഖം. ജേക്കബ് പറ. ജേക്കബ് എങ്ങനെയാണ്? ജേക്കബിന്റെ സൗണ്ട് കേട്ടിട്ട് എനിക്ക് തോന്നിയത് അത്ര ദേഷ്യപ്പെടുന്ന ഒരാളല്ല. എന്നാൽ പോലും എനിക്കൊരു സംശയമുണ്ട്. എങ്ങനെയാണ്? വൈ റോളിക്സ് ദേഷ്യമുള്ള ആളാണോ? ടോപ്പിക്ക് പോരെ. ഓരോ ദിവസം നമുക്ക് ഓരോ ടോപ്പിക്സ് എടുക്കണ്ടേ? ഓക്കെ, അപ്പൊ ശരി. അപ്പം ഇനി ആർക്കെങ്കിലും റിക്വസ്റ്റ് ചെയ്യാൻ അറിയാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം. എങ്ങനെയാണ് റിക്വസ്റ്റ് ചെയ്യുക, എങ്ങനെയാണ് ജോയിൻ ചെയ്യാൻ അറിയാത്ത ആളുകളുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. ഓക്കെ, സോ എന്റെ ടോപ്പിക് ഇതാണ്: ദേഷ്യം. ഞാൻ നല്ല ദേഷ്യമുള്ള ഒരാളാണ്. ദേഷ്യപ്പെടാൻ അറിയില്ലേ? ഞാൻ പഠിപ്പിച്ചു തരാം. ഓക്കെ, ഞാൻ പഠിപ്പിച്ചു തരാം. എൻ്റെ അമ്മ എപ്പോഴും പറയും എന്നെ എടുത്തുചാട്ടക്കാരിയാണ്, മുൻകോപക്കാരി എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ എനിക്കറിയാം എവിടെ ദേഷ്യപ്പെടണമെന്ന്. ചില സ്ഥലങ്ങളിൽ നമ്മൾ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ നല്ല പണി കിട്ടും അല്ലേ? അപ്പൊ അങ്ങനെ കുറെ കിട്ടിയിട്ടുണ്ട്. നോ ദേഷ്യം, സ്നേഹം മാത്രം. നല്ല കാര്യമാണ്. പക്ഷെ എപ്പോഴും സ്നേഹം മാത്രം കൊണ്ടു നടന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ്? ഇടയ്ക്കൊക്കെ ദേഷ്യപ്പെടണം അല്ലേ? So thank you Midhu and Krishna, and please stay tuned. Myself Rack, I'm from India, Kerala. This live session we can call BC Talk. BC Talkile ഇന്ന് എന്റെ ടോപ്പിക് ദേഷ്യമാണ്. അറിയില്ല, ഒരു പാവമാണ്. യെസ്, എന്റെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്താണ് സംസാരിക്കാനുള്ളത്? നമ്മുടെ ലൈവ് സെഷനിൽ വന്ന് സംസാരിക്കാൻ പറ്റും. ഓക്കെ, ആദ്യമായിട്ട് ലൈവ് വാച്ച് ചെയ്യുന്ന വിനീഷ്, ആരടാ നീ അടി എന്ന് വിളിക്കാൻ. ഇന്ന് ഫുള്ള് ദേഷ്യമായിരിക്കും കേട്ടോ. ഞാൻ ട്രൈ ചെയ്യാം. ഞാൻ ദേഷ്യപ്പെടാൻ ട്രൈ ചെയ്യാം. നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു ഡിയർ. താങ്ക് യു. അങ്ങനെയല്ല. ദേഷ്യപ്പെടാൻ സാഹചര്യം ഉണ്ടാവണം, സത്യമാണ്. പക്ഷെ സാഹചര്യം ഇല്ലാതെ ഒരു ടാസ്ക് തന്നു കഴിഞ്ഞാൽ എടുക്കാൻ പറ്റുന്നത് ഒരു പവർ അല്ലേ? ഒരു ചെറിയൊരു ടാസ്ക് ആണ്. എടാ പോടാ പോളെ, ലൈവ് ഇറങ്ങി പോടാ. സ്നേഹം കൊണ്ട് അങ്ങ് കീഴടക്കണം. സ്നേഹം നമുക്ക് ഇങ്ങനെ ചൊരിഞ്ഞു കൊടുക്കാം. എന്റെ സ്നേഹത്തിന്റെ നിറകുടം
ഒന്ന് പൊക്കൂടെ? നീയൊക്കെ ഇതിന് ലൈവില് നിൽക്കേണ്ട ആവശ്യം? നിനക്കൊന്നും വേറെ പണിയില്ലേ? നിന്റെ ടിക്ടോക്കിൽ നെറ്റ് ഉണ്ട് വെച്ചിട്ട് എന്റെ ലൈവിൽ കയറി നിൽക്കേണ്ട ആവശ്യമുണ്ടോ? പോടാ. ഓക്കെ ഓക്കെ ഓക്കെ, എന്റെ ഒരു കോപ്പിലെ ലൈവ് ഇങ്ങനെ കൂടുതലൊന്നും സംസാരിക്കണ്ട. നിങ്ങൾക്ക് ലൈവിൽ വന്ന് എന്നോട് ദേഷ്യപ്പെടാൻ പറ്റും എന്നൊരു ടാസ്ക് നിങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ പെട്ടെന്ന് തന്നെ കമന്റ് ചെയ്തോളൂ. പെട്ടെന്ന് തന്നെ കമന്റ് ചെയ്തോളൂ. ഞാൻ നോക്കട്ടെ ആർക്കാണ് ഇന്നത്തെ ടാസ്ക് ഏറ്റെടുക്കാൻ ഭംഗിയായിട്ട് നിർവഹിക്കാൻ പറ്റുന്നത്. പൊട്ടിയിട്ടിട്ടില്ല, ഫിൽറ്റർ മാത്രമാണ്. ഓക്കെ, പൊട്ടിയിടണെങ്കിലും കയ്യിൽ കാശ് വേണ്ടേ? ത്രോ എന്താ എഴുതിയിരിക്കുന്നത്? ഇല്ല ഗുലാബി, ഇല്ല 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 ഇല്ല. ഞാൻ വളരെ വളരെ സിമ്പിൾ ആയിട്ട് എല്ലാവരുടെ അടുത്തും പറയാം. മൈസെൽഫ് റാക്ക്, ഐ ആം ഫ്രം ഇന്ത്യ, കേരള. ദിസ് ലൈവ് സെഷൻ വി ക്യാൻ കോൾ ബിസി ടോക്ക്. ബിസി ടോക്കിൽ ഇന്നത്തെ ടോപ്പിക്കാണ് ദേഷ്യം. ദേഷ്യം എന്നുള്ള ടോപ്പിക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ടാകും. പക്ഷെ ഒരു കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കുറേ കമന്റ്സ് ഇടുന്ന ആളുകള് ഈ കമന്റ്സ് ഞാൻ വായിക്കുമ്പോൾ ഐ എം ഗെറ്റിംഗ് കൺഫ്യൂസ്. എനിക്ക് ഇംഗ്ലീഷ് വായിക്കാനും എഴുതാനും അറിയില്ല. ഓക്കെ, മലയാളം എഴുതാനും വായിക്കാനും അറിയില്ല. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലൈവിൽ റിക്വസ്റ്റ് ഇടാം, ലൈവിൽ വന്ന് സംസാരിക്കാം. സംസാരിക്കുന്ന സമയത്ത് ഫസ്റ്റ് ചെറിയൊരു ടാസ്ക് ആണ് എന്നോടൊന്ന് ദേഷ്യപ്പെടുക. ഓക്കെ, ആ ദേഷ്യം ഞാനൊന്ന് അറിയട്ടെ എത്രത്തോളം നിങ്ങൾക്ക് ദേഷ്യം ഉണ്ടെന്ന്. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ദേഷ്യമുള്ള വ്യക്തിയാണോ, അതോ നിങ്ങൾ അത്ര പെട്ടെന്ന് എടുത്തു ചാടാത്ത ഒരാളാണോ നിങ്ങളുടെ റിയൽ ലൈഫിൽ? അതല്ലെങ്കിൽ നിങ്ങൾക്ക് ദേഷ്യം മൂലം എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടോ? ആ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുക. നീ ആരടാ അവിടെ നീ ബാഡ് ഇമോജി ഇടാ? നീ ആരടാ? നിന്റെ കയ്യിൽ കുറെ ഇമോജി ഉണ്ട് വെച്ചിട്ട് വെറുതെ ഇമോജി ഇടുന്ന തെറി വിളിക്കാനുള്ള ലൈവ് അല്ല അത്. ആക്ച്വലി അത് മനസ്സിലാക്കണം. തെറി വിളിക്കാനുള്ള ലൈവ് അല്ല. തെറി വേറെ, ദേഷ്യം വേറെ. ബാഡ് കമന്റ്സ് വേറെ, ദേഷ്യം വേറെ. ദേഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേർഡ്സിൽ എക്സ്പ്രസ് ചെയ്യാം, പക്ഷെ അത് ബാഡ് കമന്റ്സ് ആവരുത്. ഓക്കെ. ഹായ് അജിത്ത്, എന്തുണ്ട് വിശേഷം? ഞാൻ കമന്റ്സ് എല്ലാം കാണുന്നുണ്ട്. സജു എന്ത് പറ്റി? കൺഫ്യൂസ്ഡ് ആണല്ലോ. അജിത് കുമാർ ദേഷ്യമുള്ള ആളാണോ? വാഴത്തെറിയല്ലേ എന്നെ സംബന്ധിച്ചിടത്തോളം? വാഴത്തെറി. ബനാന ട്രീ. ഓക്കെ, പ്ലീസ്. ഇനി ആരാണ് നമ്മുടെ ലൈവിൽ വന്ന് സംസാരിക്കുന്നത്? നമ്മുടെ ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട് സംസാരിക്കാൻ ആർക്കാണ് കുറച്ചൊരു കോൺഫിഡൻസ് ഉള്ളത്, അല്ലെങ്കിൽ ആർക്കാണ് ഈ ടാസ്ക് ഏറ്റെടുക്കാൻ റെഡി ആയിട്ടുള്ളത്? ദേഷ്യമല്ല, റെഡ് ഇമോജി ഈസ് യൂസിങ് ഫോർ ദേഷ്യം. നമ്മൾ ഏറ്റവും കൂടുതൽ ആംഗ്രി ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതാണ് റെഡ് ഇമോജി. അല്ലേ? അത് തന്നെയല്ലേ സത്യം. പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ റെഡ് ഇമോജി യൂസ് ചെയ്യുന്നത്? ഹഗ്ഗിന് വേണ്ടിയിട്ടാണോ? ഓക്കെ, അജിത് കുമാർ എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ദേഷ്യമുള്ള ആളാണോ അജിത്ത്? നിനക്കൊന്നും എന്റെ കൂടെ സംസാരിക്കാൻ വേറെ പണിയില്ല. നീ നിന്റെ പാട് നോക്കിപ്പോ. ഇവിടെ വന്നിരിക്കേണ്ട ആവശ്യമില്ല. ചുമ്മാ വേറെ പണിയൊന്നുമില്ലേ നിനക്ക്? ഇത് കേട്ട് വരുന്ന ആളുകൾ വിചാരിക്കും ഞാൻ എന്തിനാണ് ദേഷ്യപ്പെടുന്നതെന്ന്. എനിക്ക് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല ദേഷ്യപ്പെടാൻ. ഇപ്പൊ ഞാൻ ചുമ്മാ ഒരു ടോപ്പിക്കായിട്ട് എടുത്തതേ ഉള്ളൂ. റിയൽ ലൈഫിൽ ഞാൻ ദേഷ്യപ്പെടുന്ന ആളാണ് ശരിക്കും. നല്ല ദേഷ്യക്കാരിയാണ്. നല്ല ദേഷ്യക്കാരിയാണ്. എനിക്ക് തന്നെ അറിയില്ല. എന്റെ എടുത്ത ചേട്ടൻ കൂടുതലാന്ന് എപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്റെ കുറേ ഫ്രണ്ട്സ് എന്നെ വിട്ടിട്ട് പോയിട്ടുണ്ട്. താങ്ക് യു ഡിയർ. ഓക്കെ, എന്താ ഈ ഉദ്ദേശിച്ച്? എടാ പ്ലീസ് മനസ്സിലാക്ക്. നിന്റെ ദേഷ്യം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, പക്ഷേ നിന്റെ ദേഷ്യത്തിന്റെ അത്രത്തോളം എന്റെ ദേഷ്യം വരില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഓക്കെ, നിന്നെ അങ്ങ് ബാക്കി പറഞ്ഞേ. ഓക്കെ, എനിവേ പ്ലീസ് നമ്മളെല്ലാവരും ലൈവ് വാച്ച് ചെയ്യുന്ന ആളുകളുടെ അടുത്ത് പറയാനുള്ളത്, നമ്മുടെ ഈ ഒരു ലൈവ് സെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറും കമന്റ് ചെയ്യാൻ മാത്രമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ വന്ന് സംസാരിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. യെസ് മുബാറക്. ലൈവിൽ വരുന്ന ആളുകളുടെ അടുത്ത് പറയാണ്, ആദ്യമായിട്ട് ലൈവ് വാച്ച് ചെയ്യുന്ന ആളുകളാണെങ്കിൽ മൈസെൽഫ് റാക്ക്, ഐ ആം ഫ്രം ഇന്ത്യ, കേരള. ദീസ് ലൈവ് സെഷൻ വി ക്യാൻ കോൾ ബിസി ടോക്ക്. ബിസി ടോക്ക് എന്ന് പറഞ്ഞാൽ 10 മണി മുതൽ 11 മണി വരെയാണ്. നിർത്തിപ്പോ. ഓരോ ദിവസം നമുക്ക് ഓരോ ടോപ്പിക്സ് ഉണ്ടാവും. സോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കാണ് ദേഷ്യം. സോ ദേഷ്യമുള്ള ആളാണോ? ഒന്ന് പറയാ. നിങ്ങൾ ദേഷ്യം എത്രത്തോളം ഉണ്ട്? എന്ത് കാര്യങ്ങളാണ് നിങ്ങൾ ദേഷ്യപ്പെടുന്നത്? ഇരുന്നും എഴുകാതെ എഴുന്നേറ്റ് പോടാ. അയ്യോ ഞാൻ ഇങ്ങനെയല്ല ദേഷ്യപ്പെടാറ്. ഓക്കെ, ആളുകളെ വിടാൻ നിനക്ക് ഈ ടാറ്റു മാത്രം. ഓക്കെ, താങ്ക് യു ഡിയർ. നിനക്ക് ടാറ്റു മാത്രം. എന്റെ ടാറ്റു ജസ്റ്റ് എൻ്റെ ഫിഗറാണ്. എന്നോട് ചൊറിയുന്ന ആളുകൾക്ക് ഞാൻ എന്റെ ടാറ്റു കാണിച്ചു കൊടുക്കാറ്. ഓക്കെ, എനിവേ ഇനി അടുത്തതാരാണ് ലൈവിലോട്ട് വരുന്നത്? ഭരത് ലൈവിൽ വരുന്നോ? ഓക്കെ, താങ്ക് യു ഗുലാബി. താങ്ക് യു. ടേക്ക് കെയർ. ഓക്കെ ഡിയർ, ആക്ച്വലി ഇത് മേക്കപ്പ് അല്ല കേട്ടോ. ഫസ്റ്റ് നീ മനസ്സിലാക്കണം, മേക്കപ്പ് അല്ല, ഫിൽറ്റർ ആണ്. സോ വാട്ടർ പ്രൂഫ് മേക്കപ്പ് എന്റെ കയ്യിലുണ്ട്, പക്ഷെ ഇപ്പൊ ഞാൻ യൂസ് ചെയ്തത് ഫിൽറ്റർ മാത്രമാണ്.
ഫിൽറ്റർ നിനക്ക് യൂസ് ചെയ്യാം മേ ബി, പക്ഷെ നീ ഫിൽറ്റർ ഇട്ടാൽ പോലും എൻ്റെ അത്രയും വരില്ല. അതിന് ദേഷ്യമൊന്നും തോന്നരുത് കേട്ടോ. ഓക്കെ, വേറെന്താ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ആർക്കും സംസാരിക്കാനില്ലേ? നിങ്ങളുടെയൊക്കെ കമന്റ് കാണുമ്പോൾ തോന്നുന്നു നിങ്ങൾ നല്ല രീതിയിൽ ദേഷ്യമുള്ള ആളാണ്. പക്ഷെ നിങ്ങൾ റിയൽ ലൈഫിൽ ആ ഒരു ദേഷ്യം പ്രകടിപ്പിക്കാനുള്ള സിറ്റുവേഷൻ നോക്കിയിരിക്കുന്ന ആളുകളാണെങ്കിൽ ഞാൻ ഓരോരുത്തരുടെ കമന്റ് വായിച്ചിട്ട് നിങ്ങൾക്ക് ചാൻസ് തരുന്നുണ്ട്, നിങ്ങളോട് ദേഷ്യപ്പെടാനുള്ള ചാൻസസ് തരുന്നുണ്ട്. എന്താണ് ആതിര, ദേഷ്യമുള്ള കുട്ടിയാണോ? പെൺകുട്ടികൾക്ക് ദേഷ്യം കൂടുതലാണോ ആൺകുട്ടികൾക്ക് ദേഷ്യം കൂടുതലാണോ? ഫിൽറ്റർ കൊണ്ട് നടക്കുന്ന ഒരാളാണ് ഞാൻ. നിർത്തിയിട്ട് പോടാ, ഇറങ്ങി പോടാ, ലൈവ് ഒന്ന് പോടാ. ഓക്കെ, കഴിഞ്ഞ ദിവസം വരെ ഞാൻ ഫിൽറ്റർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പൊ ഞാൻ ഫിൽറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിന്റെ ഒരു ഓഞ്ഞ സൗണ്ട്. ഓക്കെ, വേറെന്താണ്? നിങ്ങൾ തമ്മിൽ പരസ്പരം സംസാരിക്കുന്നത് പോലും ഞാൻ വായിക്കേണ്ട സിറ്റുവേഷൻ തരികയാണ്. നിങ്ങൾ എന്നെ ദേഷ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണോ? നിങ്ങളുടെ ദേഷ്യം എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ലൈവിൽ വന്ന് സംസാരിക്കണം. ഈ ദേഷ്യം വരുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് പറയുക. ദേഷ്യപ്പെട്ട ആളുകൾ ഏറ്റവും കൂടുതൽ ദേഷ്യം ആരോടാണ് പെടാറ്? ഗസ്റ്റ് എടുക്കാം. കള്ളക്കാമുകൻ എന്ത് പറ്റി? നമുക്ക് ടോപ്പിക് ഉണ്ട്. കള്ളക്കാമുകൻ ഞാൻ റിക്വസ്റ്റ് തന്നിട്ടുണ്ട്. റിക്വസ്റ്റ് തരാൻ അറിയാത്ത ആൾ ഗസ്റ്റ് എടുക്കുന്നുണ്ട്. റിക്വസ്റ്റ് ചെയ്യാൻ അറിയാത്ത ആളുകളാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. യെസ്, കള്ളക്കാമുകൻ ഞാൻ. യെസ്, വെൽക്കം ടു മൈ ലൈവ് സെക്ഷൻ. ഞാൻ ഫസ്റ്റ് ആയിട്ട് ഗസ്റ്റ് ചെയ്തിരുന്നത് ഒരാളുടെ. ഇറ്റ്സ് ഓക്കെ. ഞാനൊരു ചെറിയ ടാസ്ക് തന്നോട്ടെ ആദ്യം. ടാസ്ക് ഞാൻ വെറുതെ ഒരു 5 മിനിറ്റ് ചെയ്യുമ്പോ കയറിയതുള്ളൂ. ചെറിയ ടാസ്കാ. ഒരു ഞാൻ ഇവിടെ ഗെയിം അല്ല ചെയ്യുന്നത്. നമ്മള് ഇന്നത്തെ ടോപ്പിക് എന്താണെന്നറിയോ? ദേഷ്യം. സോ എന്നോടൊന്ന് ദേഷ്യപ്പെടാവോ? എനിക്ക് അങ്ങനെ ദേഷ്യപ്പെടാൻ അറിഞ്ഞൂടാ സത്യം. എന്താണ് നിനക്ക് ദേഷ്യപ്പെട്ടാല്? പാർട്ടനാണ് എന്നോട് എന്താ ദേഷ്യപ്പെട്ടാല്? അല്ലല്ല, ഈ ഫേസ് കാണുമ്പോ നമുക്ക് ദേഷ്യപ്പെടാൻ തോന്നില്ല. ആഹാ, അത് ഫേസിനെ മറച്ചു വെക്കാം. ഓക്കെ, അല്ല ഈ ചിരിച്ചോണ്ടുള്ള ഫേസ് കാണുമ്പോ നമുക്ക് ദേഷ്യപ്പെടാൻ തോന്നത്തേയില്ല. ഓക്കെ, ഞാൻ ദേഷ്യപ്പെട്ടിരിക്കാം. എന്താ നിന്റെ വിചാരം? നീ കുറെ നേരം ഞാൻ ചിരിക്കുന്നു പറയുന്ന. ഇപ്പൊ നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ? ചിരിക്കാനല്ലേ പറ്റുള്ളൂ. അല്ല, നിനക്ക് എന്താ ദേഷ്യം വരാത്ത? എനിക്ക് ദേഷ്യം വരില്ല. എടാ പോടാ. ഓക്കെ ഫൈൻ. എന്താ ചെയ്യുന്നത്? ഇവിടെ ഒരു കമ്പനി വർക്ക് ഒരു ഓക്കെ, നമ്മുടെ ബിസി ടോക്ക് ഒരു ടോക്ക് ഷോ ആണ്. 10 മണി മുതൽ 11 മണി വരെയാണ്. ഓരോ ദിവസം ഓരോ ടോപ്പിക് ഉണ്ട്. ഇന്നത്തെ ടോപ്പിക് ദേഷ്യമാണ്. അപ്പൊ എങ്ങനെയാണ്? റിയൽ ലൈഫിൽ ദേഷ്യമുള്ള വ്യക്തിയാണോ? ഇല്ല, ഞാൻ അങ്ങനെ ദേഷ്യപ്പെടാറില്ല. പാവാണ്. അത്രയും ഗതി കേട്ടിട്ട് ഞാൻ ദേഷ്യപ്പെട്ടു. അത് എവിടെയായിരുന്നു? ദേഷ്യപ്പെടാറുണ്ടോന്ന് വെച്ചാല് ഇങ്ങോട്ട് ആരെങ്കിലും എന്തെങ്കിലും പറയും, വർക്ക് സംബന്ധമായ കുറച്ച് ദേഷ്യപ്പെടാറുണ്ട്. അല്ലാണ്ട് ഞാൻ ദേഷ്യപ്പെടാറൊന്നുമില്ല. മിററാണ്. നമ്മളോട് ദേഷ്യപ്പെട്ടാൽ നമ്മൾ ദേഷ്യപ്പെടും. അത് ദേഷ്യപ്പെടും തിരിച്ചൊക്കെ. അത് കുറെ കഴിഞ്ഞിട്ട് നമ്മൾ കേട്ടോണ്ടൊക്കെ നിന്ന് കഴിഞ്ഞ് ലാസ്റ്റ് തിരിച്ച് ദേഷ്യപ്പെടും, ഭ്രാന്ത് പിടിച്ചിട്ട്. ദേഷ്യം വരുമ്പോ ഏറ്റവും കൂടുതൽ എന്താ ചെയ്യാറ്? ദേഷ്യം കൺട്രോൾ ചെയ്യാൻ വേണ്ടിട്ട്? കൺട്രോൾ ചെയ്യാനോ? കുറച്ച് ഡീപ് ബ്രീത്ത്. മതിലിന്റെ മുകളിൽ കുത്താറുണ്ടോ? ഇല്ല, ടേബിളല്ലേ കുത്താറുള്ളു. മൊബൈൽ എറിഞ്ഞ് പൊട്ടിക്കാറുണ്ടോ? അതൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞാൽ വീണ്ടും ഞാൻ പുതിയത് മേടിക്കണ്ടേ? വെറുതെ എന്തിനാണ്? ഇവരുള്ള കൂട്ടത്തിലാട്ടോ. ദേഷ്യം കൺട്രോളബിൾ ആണ്. കാമുക പിന്നെ എന്റെ ഫ്രണ്ട്സ് താഴെ ഉണ്ട് കുറച്ച്. ശരി, താങ്ക് യു ഡിയർ. ഞാനേ ഡിസ്കണക്ട് ചെയ്യാണ്. നമുക്ക് അടുത്ത ആളെ ലൈവിലോട്ട് വിളിക്കാം. താങ്ക് യു ഫോർ നിങ്ങളുടെ വാല്യൂബിൾ ആയിട്ടുള്ള എല്ലാ ഒപ്പീനിയൻസിനും ഒരുപാട് നന്ദിയുണ്ട്. നമുക്ക് അടുത്ത റിക്വസ്റ്റ് എടുക്കാം. ഇവിടെ വാണം അടിക്കുന്ന മഹാനോട് പറയാനുള്ളത്, ലൈവിൽ വന്ന് സംസാരിക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ വന്ന് വാണം അടിക്കാം. ഓക്കെ അല്ല, എല്ലാവരും നല്ല സുഖമായിട്ടിരിക്കുക. അരിക്കൊമ്പൻ, വെൽക്കം ടു മൈ ലൈവ് സെഷൻ ആൻഡ് പ്ലീസ് സ്റ്റേ ട്യൂൺ. മൈസെൽഫ് രാഗ്, ഐ ആം ഫ്രം ഇന്ത്യ, കേരള. ദിസ് ലൈവ് സെഷൻ വി ക്യാൻ കോൾ ബിസി ടോക്ക്. ബിസി ടോക്കിൽ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ദേഷ്യമാണ്. അപ്പം ദേഷ്യം ഉള്ള ആളാണോ റിയൽ ലൈഫിൽ? ഓക്കെ, ദേഷ്യം. അരിക്കൊമ്പൻ ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നില്ല, എവിടെ പോയോ? ഓക്കെ, അപ്പൊ ഇന്നത്തെ ടോപ്പിക് ദേഷ്യമാണ്. നിങ്ങൾ എങ്ങനെയാണ്? നിങ്ങൾ ദേഷ്യമുള്ളൊരു വ്യക്തിയാണോ നിങ്ങളുടെ റിയൽ ലൈഫിൽ? ദേഷ്യം വരുന്ന സമയത്ത് എന്താണ് ഏറ്റവും കൂടുതൽ ചെയ്യാറ്? ആരോടാണ് ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെട്ടത്? അല്ലെങ്കിൽ ദേഷ്യം മൂലം വന്ന നഷ്ടങ്ങൾ, അല്ലെങ്കിൽ ദേഷ്യം മൂലം കുറെ എന്താ പറയാ കുറച്ച് ബ്രേക്കപ്സ് എന്ന് പറയാൻ പറ്റുമോ? ഇപ്പൊ ഫ്രണ്ട്സിലാണെങ്കിലും നമുക്ക് ദേഷ്യം മൂലം കുറച്ച് ഫ്രണ്ട്സുകൾ കൊഴിഞ്ഞു പോവാന്നൊക്കെ പറയില്ലേ? എനിക്ക് പക്ക വേർഡ് യൂസ് ചെയ്യും. പോടാ, ലൈവ് നിറങ്ങി പോടാ ഒന്ന്.
ഓക്കെ, അപ്പൊ നമുക്ക് ജംഷി ഞാൻ ഒരു തവണ ലൈവിൽ എടുത്തു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ അരിക്കൊമ്പന്റെ ഒരു ഹായ് കണ്ടിട്ടുണ്ടായിരുന്നു, അതിന്റെ കൂടെ റിക്വസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അരിക്കൊമ്പൻ ഫ്രീ ആണെങ്കിൽ ലൈവിൽ ജോയിൻ ചെയ്യാം, നിങ്ങളുടെ ഒപ്പീനിയൻസ് ഷെയർ ചെയ്യാം. അപ്പൊ എനിക്ക് പ്രത്യേകിച്ച് ദേഷ്യം വരാൻ ഒരു കാരണവുമില്ല. ഇപ്പൊ ലേഡീസിന് ഒരു പ്രശ്നമുണ്ട്, പറയട്ടെ. ലേഡീസിന്റെ പ്രശ്നം പറയട്ടെ, പരിഹാരം ഉണ്ടോ? പരിഹാരം എന്റെ ടാറ്റു സെന്റർ ഫിംഗറാ. അതൊന്ന് നോക്കിക്കാലോ ഞാൻ എത്രത്തോളം ദേഷ്യക്കാരിയായിരിക്കുന്നു. ഓക്കെ, സോ നമുക്ക് അടുത്തൊരു റിക്വസ്റ്റ് ഉണ്ട്, ആരാണെന്ന് നോക്കാം. റോളക്സ്, വെൽക്കം ടു മൈ ലൈവ് സെക്ഷൻ. എന്തു പറ്റി ഫേസ്? ഞാൻ പറഞ്ഞത് ഞാൻ ദേഷ്യപ്പെട്ട് നിൽക്കാം. ഓക്കെ, അരിക്കൊമ്പൻ ജോയിൻ ചെയ്യാം. റോളക്സ്, ഞാനൊരു റിക്വസ്റ്റ് കണ്ട് ഞാൻ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. എവിടെ പോയി റോളക്സ്? എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ, നന്നായിട്ട് എന്നെ കളിയാക്കി ഇങ്ങോട്ടിരിക്കുകയാണ് നിങ്ങൾ. അരിക്കൊമ്പൻ എന്താ റിക്വസ്റ്റ് വന്നിരിക്കുന്നു കേട്ടോ. ഓക്കെ, തോളത്തുള്ളതോ? ഇപ്പൊ ഞാൻ ഈ ലൈവില് തിരിഞ്ഞു കാണിക്കണോ? അരിക്കൊമ്പൻ ചെറിയൊരു ടാസ്ക് തരട്ടെ, എന്നോടൊന്ന് ദേഷ്യപ്പെടാവോ? ദേഷ്യപ്പെടണോ? ആ, എനിക്ക് മുഖം കണ്ടിട്ട് ദേഷ്യപ്പെടാൻ തോന്നുന്നില്ല. ഞാൻ വെയിറ്റിംഗ് ആണ്. ഞാൻ കുറച്ച് അത് തനിക്ക് ദേഷ്യപ്പെട്ടാ? എനിക്ക് ഒന്നും ദേഷ്യപ്പെടാൻ പറ്റുന്നില്ല. അതെന്താ തനിക്ക് ദേഷ്യപ്പെട്ടാല്? തനിക്ക് എന്നെ കണ്ടിട്ട് കോമഡി ആയിട്ട് തോന്നുന്നുണ്ടോ? ഇത്ര സൗന്ദര്യമുള്ള ഒരു പെണ്ണ് എന്ന് എന്നോട് എത്ര ദേഷ്യപ്പെട്ടു. നീ എന്തായാലും കളിയാക്കാണോ? കളിയാക്കൊന്നുമില്ലടി. നിനക്ക് തമാശ തോന്നുന്നുണ്ടോ? നിനക്ക് എന്നടി വേണ്ടേ? നിനക്ക് എന്നെ വേണം. എടാ, കൊഞ്ചാനല്ല പറഞ്ഞത്, ദേഷ്യപ്പെടാൻ പറ്റത്തില്ലല്ലോ നിനക്ക് എന്നോട്. ദേഷ്യപ്പെടണോ? എനിക്ക് ദേഷ്യപ്പെടാൻ അറിയില്ല. തന്റെ ലൈഫിൽ താൻ ദേഷ്യപ്പെട്ടിട്ടില്ല. ദേഷ്യപ്പെടണോ? എടി നീ ഏതാടി? നീ ആരടാ? നീ ഇത് ചോദിക്കുന്നത്? നീ ആരടാ? നീ എന്തോ അടി എന്നെ പറ്റി വിചാരിച്ചത്? നീ എന്തോ എന്നെ പറ്റി വിചാരിച്ചത്? നീ ആരടി? നീ എവിടുത്തുകാരൻ? അതാദ്യം നീ പറ, എന്നിട്ട് എന്നോട് ചോദിക്കുക. ഞാൻ ആലപ്പുഴ രമേശ് ചെന്നിത്തല നാട്ടുകാരൻ. താൻ ആലപ്പുഴയിൽ നിന്നാ മതി, എന്റെ ലൈവ് കയറിട്ട് അങ്ങ് ഉണ്ടാക്കാൻ നിക്കണ്ട, മനസ്സിലായോ? നീ എവിടുത്തെ അരിയടി? നീ എവിടുത്തുകാരനാ? അത് നീ പറഞ്ഞില്ല, ആലപ്പുഴ. നീ അവിടെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആലപ്പുഴ ചെന്നിത്തലയുടെ. എനിക്ക് നിന്നോട് ദേഷ്യപ്പെടാൻ പറ്റത്തില്ലടി മോളെ. റിയൽ ലൈഫിൽ ദേഷ്യമുള്ള വ്യക്തിയാണോ? എന്തോ പറഞ്ഞ? ഇല്ലല്ലേ, ദേഷ്യമുള്ള വ്യക്തിയല്ല. ഒരു എടുത്തുചാട്ടക്കാരനല്ല. അല്ല. ഉറപ്പാണ്? ഉറപ്പാ. ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രതീക്ഷ ഒന്നും സംസാരിക്കാൻ. പറഞ്ഞുകൊണ്ട് ഞാൻ ദേഷ്യപ്പെട്ടതാ. ഓക്കെ, ശരി, താങ്ക് യു ഡിയർ, ടേക്ക് കെയർ, ബൈ. പിന്നെ ഇതില് ബാഡ് കമന്റ് ചെയ്യുന്ന എല്ലാ മാന്യന്മാരടുത്തും പറയാനുള്ളത്, ഈ ബാഡ് കമന്റ് ചെയ്യാന്ന് പറയുന്നത് അത്ര വലിയ മഹത്തായിട്ടുള്ള കാര്യമല്ല. ആർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷെ നമ്മുടെ ഐഡന്റിറ്റി കീപ്പ് ചെയ്യുന്നത്, അത് ഫേക്ക് ഐഡി ആണെങ്കിലും അല്ലെങ്കിലും നമ്മുടെ ക്യാരക്ടർ, നമ്മുടെ സ്റ്റൈല്, നമ്മുടെ പേഴ്സണാലിറ്റി കീപ്പ് ചെയ്യുന്നത്, സെൽഫ് റെസ്പെക്ട്, ഇതുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യില്ല. പിന്നെ ദേഷ്യപ്പെടാന്ന് പറയുമ്പോൾ ബാഡ് കമന്റ്സ് യൂസ് ചെയ്യുന്നതല്ല ദേഷ്യം, അത് നിങ്ങൾ മനസ്സിലാക്കുക. ബി എ മാൻ. ആണായിട്ട് ജനിച്ചാൽ പോരാ, ആണായിട്ട് ജീവിക്കണം. ഞാൻ ദേഷ്യത്തോടെ പറയല്ല, എല്ലാവരും നല്ലതായിട്ട് ജീവിക്കുക, സന്തോഷത്തോടെ ജീവിക്കുക. ബാഡ് കമന്റ്സ് യൂസ് ചെയ്തെന്ന് അർത്ഥം ദേഷ്യമല്ല. ഓക്കെ, അതൊന്ന് മനസ്സിലാക്കുക. ഓക്കെ, നമുക്ക് ഷെജീബ് ഉണ്ട് ലൈവില്, എന്റെ റോളക്സ് ഉണ്ട്. ഷെജീബ്, എന്താണ് വിശേഷം? നമുക്ക് ആദ്യം ചെറിയൊരു ടാസ്ക് കൊടുക്കാം, എന്നോട് ദേഷ്യപ്പെടാൻ നോക്കാം. ഷെജീബ്, ബാഡ് ആയിട്ട് വരുന്നവരോട് ബാഡ് പോരെ, ആരെ കാണിക്കുന്നു? നീ റെക്കോർഡ് ചെയ്യും. അല്ല, ഒരു റെക്കോർഡ് ചെയ്യാറുണ്ട്. ടിക്ടോക്ക് റെക്കോർഡ് ആവുന്നതാ. എന്നാലേ ഞാൻ ചൂടാവുള്ളൂ. ഇത് ബാക്ക്ഗ്രൗണ്ട് ആക്കട്ടെ. പേര് കുഴപ്പമില്ല, എന്റെ ഫേസോ അല്ലെങ്കിൽ അവിടെ ഞാൻ ബാക്ക്ഗ്രൗണ്ട് ആക്കിയത്. നീ പറ, എനിക്കെന്താ ഇഷ്ടപ്പെട്ടത്? നിന്റെ വിചാരം നീ പറ. ആ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ കയറി വന്നിന്. എടാ, അതാ ഞാൻ പറയുന്നത്. എന്റെ ലൈവിൽ കേറി വന്നിട്ട് എന്റെ വിചാരം അന്വേഷിക്കാനാണോ നീ വന്നത്? വീട്ടിലുള്ള ആൾ വിളിച്ചാൽ മതി കേട്ടാ. എടാ അടങ്ങ്. എന്നെ എടീന്ന് വിളിച്ചാൽ തിരിച്ചെടാന്ന് ഞാൻ വിളിക്കും. പറ. നിന്റെ ചെരുപ്പ് കാണിക്കാനാണോ എന്നെ വിളിച്ചിരിക്കുന്നത്?
എന്റെ എനിക്കുണ്ട് ഫേസ് ശരിക്കും. നീ ലൈവ് റെക്കോർഡ് ചെയ്യൂ, അത് വേണ്ടിട്ട് നിനക്ക് ടാക്സ് കിട്ടാം അല്ലേ? ആ? tax ഓക്കെ, കിട്ടണം. എങ്ങനെയാണ് ഷെജീബ് റിയൽ? ആ. ഞാൻ ക്യാമറ ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. ഷെജീബിന്റെ റിയൽ ലൈഫിൽ ടാസ്ക് ഷെജീബ് കിട്ടണോ? ദേഷ്യമുള്ള നിനക്ക് ഒരാളാണോ അതോ? ടാക്സ് നമ്മളെ വെച്ചിട്ട് എനിക്ക് ലൈവ് ഉണ്ട്, എന്റെ എന്താ പറയാ ഫോളോവേഴ്സ് കൂടണം അല്ലടി? ആ നിന്റെ ഈ ഒലക്കല ഫോളോവേഴ്സ് കൂടണമെങ്കിൽ ഫോളോവേഴ്സ് കൂടണമെങ്കിൽ കാല് കണ്ടാൽ സുന്ദരമായിട്ടുള്ള മുഖം കണ്ടാൽ മതി. അത് നീ മനസ്സിലാക്കുക. അത്യാവശ്യം കോമൺ സെൻസ് യൂസ് ചെയ്യും. നിന്റെ മൂള കാല് കണ്ടിട്ടാണ് ഫോളോവേഴ്സ് കൂടുന്നത്. നീ ഫിൽറ്റർ ഇടാണ്ട് പോവാ. ഫിൽറ്റർ എവിടെ ഇടണം എവിടെ ഇടണം എന്റേതല്ലേ ചോയ്സ്. ഫിൽറ്റർ ഇട്ടാൽ പോലും ഒരു മരമോദിക്കുള്ളൂ. ഞാൻ കേറി വരുമ്പോ 11 പേരേ ഉണ്ടായില്ലോ, ഇപ്പൊ 31 പേരായി. അത് എന്റെ പവറാണ്. ഓക്കെ, നിന്റെ മുന്നിൽ കണ്ടിട്ടോ നിന്റെ പൂച്ചക്കണ്ണ് കണ്ടിട്ടോ നിന്റെ ചാറ്റ് കണ്ടിട്ടൊന്നല്ല ആൾക്കാർ വരുന്നത്. ഇതൊക്കെ എന്റെ ഫോളോവേഴ്സ് ആണ്, നീ അത് മനസ്സിലാക്കാം. ആ നിന്റെ വിചാരം നമ്മുടെ ടോപ്പിക് ദേഷ്യമാണ്. ആ ടോപ്പിക്കുമായിട്ട് സംസാരിക്കാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ സംസാരിച്ചാൽ മതി. അല്ലെങ്കിൽ നീ രണ്ട് തോണിക്ക് കാലിട്ട് കളിക്കണ്ട. ടോപ്പിക്കുമായിട്ട് സംസാരിക്കാൻ അറിയാവോ ഇല്ലയോ? മലയാളം അറിയുന്ന ആളാണെങ്കിൽ സംസാരിക്കും. ഓക്കെ, നിന്റെ വിചാരം ഓക്കെ. സോ ഞാൻ ആ ലൈവ് ഡിസ്കണക്ട് ചെയ്തിരിക്കുകയാണ്. ഞാൻ വീണ്ടും പറയാണ്, നമ്മുടെ ടോപ്പിക്ക് മാത്രമാണ് ദേഷ്യം. അത് കരുതിയിട്ട് ആ ടോപ്പിക്ക് എടുത്തിട്ട് ഇവിടെ വന്ന ആളാവാൻ ചമയണ്ട. അതെനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ നമ്മുടെ ടോപ്പിക് എന്താണ്? ദേഷ്യമാണ്. ഈ ദേഷ്യം എന്നുള്ള ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഇനി അടുത്തത് റോളക്സ് ഉണ്ട്. റോളക്സ് ലൈവിലോട്ട് ഇൻവൈറ്റ് ചെയ്യാണ്. ഇനി ആർക്കെങ്കിലും ഡിസ്കസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ഗസ്റ്റ് ആയിട്ട് വരാം, അതായിരിക്കും ബെറ്റർ. ഓക്കെ, കേൾക്കുന്നുണ്ടോ റോളക്സ്? കേൾക്കുന്നുണ്ട്. റോളക്സ് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. സൗണ്ട് കേട്ടിട്ട് പാവം മനുഷ്യനെ തോന്നുന്നു. ദേഷ്യപ്പെടും എന്നോട് ഒന്ന്. ടാസ്ക് ആണ്. ആ മനുഷ്യനൊന്നല്ല. എന്നാ എന്നോട് ദേഷ്യപ്പെടും. നീ കുറച്ചു നേരമായിട്ട് ബളബളാന്ന് സംസാരിക്കുന്നുണ്ടല്ലോ. നീ എന്തോ ഇവിടെ ഒന്ന് കാണിക്കുന്നത്? നീ ഒന്ന് ചിരിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങളെ വിളിച്ചു വരുത്തിയിട്ട് ദേഷ്യപ്പെടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെങ്ങനെ ദേഷ്യപ്പെടുക? ഇപ്പൊ താനല്ലേ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ തനിക്കിത് പറ്റില്ലെങ്കിൽ താൻ ലൈവിലോട്ട് വരേണ്ട അല്ല, ആവശ്യമുണ്ടോ? അത് തന്നെ എനിക്ക് മനസ്സിലാവാത്തത്. അതിന് എനിക്ക് തനിക്ക് മനസ്സിലാവും. താൻ ലൈവിൽ വന്നിട്ട് സംസാരിക്കേണ്ട ആവശ്യം? എന്നോട് ദേഷ്യപ്പെടാനല്ലേ, അതല്ലേ ഞാൻ ചെയ്യുന്നത്. താൻ പറ്റൂലെന്ന് പറഞ്ഞു, പിന്നെ ഇപ്പൊ ചെയ്യുന്നു. അപ്പൊ താൻ ഒന്നിൽ ഉറച്ചു നിക്ക്. അത് തന്നെ ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത്. നീ പറഞ്ഞു ഞാൻ ദേഷ്യപ്പെടാൻ പറഞ്ഞു, അത് തന്നെ ഞാൻ ചിരിക്കുന്നത് എന്റെ ഇഷ്ടമല്ലേ? എനിക്ക് ചിരിക്കാനുള്ള ലൈഫ് മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. നിങ്ങൾക്ക് വിഷമമുണ്ടെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും ചെയ്യേ. എന്തെങ്കിലും എന്റെ സന്തോഷം ഞാനാണ് ബിൽഡ് ചെയ്യുന്നത്. ഈ ഒരു ടോപ്പിക്കിന്റെ അടിസ്ഥാനത്തിലല്ലേ സംസാരിക്കാൻ പറഞ്ഞു, അത് തന്നെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, റിയൽ ലൈഫിൽ ദേഷ്യമുള്ള ഒരു വ്യക്തിയാണോ അതോ എങ്ങനെയാണ്? തീർച്ചയായിട്ടും അതെ. പക്ഷെ ഞാൻ ആള് ശുദ്ധനാണ്. എനിക്ക് സൗണ്ട് എടുത്ത് തോന്നുന്നു. പക്ഷെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരും. എടുത്തുചേട്ടുണ്ട്. എടുത്തിയാട്ടം. ദേഷ്യം മൂലം ഏതെങ്കിലും ബന്ധങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്തിട്ടുണ്ടോ? പിന്നെ തീർച്ചയായും ഫാമിലി തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, സോ അത് ഓവർകം ചെയ്യാൻ എന്തെങ്കിലും സൊല്യൂഷൻ കണ്ടുപിടിച്ചോ അതോ നമ്മൾ മുൻചാട്ടക്കാരനാണെന്ന് മനസ്സിലായിട്ട് എന്തെങ്കിലും പ്രിപ്പറേഷൻസ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇപ്പം കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. കുറച്ച് നേരം സംസാരിക്കാതൊക്കെ നമ്മൾ അധികം സംസാരിക്കില്ല. ഓക്കെ, സംസാരം കുറച്ചാൽ തന്നെ കുറച്ചുകൂടെ നല്ലതാ തോന്നുന്നു. നമ്മുടെ എടുത്തുചാട്ടം കുറയുന്ന പോലെ ഫീൽ ചെയ്യില്ലേ? യെസ്, അതെ. എനിക്കും തോന്നിയിട്ടുണ്ട്. എനിക്ക് എടുത്തുചാട്ടം ഇച്ചിരി കൂടുതലാണ്. ഭയങ്കര എടുത്തിയാട്ടമുണ്ട്. ഓക്കെ, ആണ്, അല്ലാന്ന് പറയുന്നില്ല. പക്ഷെ എടുത്തുചാട്ടം ചില സ്ഥലങ്ങളിൽ നമുക്ക് സേഫ് ആണ്. ചില സ്ഥലങ്ങളിൽ പെട്ടെന്ന് പ്രതികരിക്കും. യെസ്, ഓഫ് കോഴ്സ്, പ്രതികരണ ശേഷി കൂടുതലാണ്. എല്ലാ കാര്യത്തിലും. ഓക്കെ, താങ്ക് യു റോളക്സ്. താങ്ക് യു വെരി മച്ച്. സോറി, ഞാൻ ഇതിന്റെ ഭാഗമായിട്ട് പറഞ്ഞ കേട്ടോ. നോ പ്രോബ്ലം. ഇത് വെറും ടാസ്ക് ആണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ടാസ്ക് മാത്രമാണ്. ഇയാളെ കണ്ടു കഴിഞ്ഞാല് അങ്ങനെ ദേഷ്യപ്പെടാൻ തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ അയ്യോടാ, എന്റെ ദേഷ്യം നിങ്ങൾ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഭയങ്കര ചിരിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുമ്പോ സംസാരിക്കാൻ ബുദ്ധിമുട്ടാ, ദേഷ്യപ്പെടാൻ. ഓക്കെ, താങ്ക് യു. എനിവേ, ടേക്ക് കെയർ, ബൈ. ഓക്കെ, താങ്ക് യു, ബൈ. സോ വീണ്ടും ഞാൻ നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ പറയുകയാണ്, നമ്മുടെ ലൈവ് സെക്ഷൻ 10 മണി മുതൽ 11 മണി വരെയാണ്. ഇപ്പൊ 10:26 നമുക്ക് 11 മണിക്ക് സ്റ്റോപ്പ് ചെയ്യണം. ഇന്നത്തെ ബിസി ടോക്കിൽ നമ്മുടെ ടോപ്പിക്കാണ് ദേഷ്യം. ലേറ്റ് ആയിട്ട് ലൈവിലോട്ട് കയറി വന്നിട്ട് ഇവിടെ എന്തിടാ നടക്കുന്നത്, അവൾ എന്ത് ആറ്റിറ്റ്യൂഡാണ്, അവൾ എന്ത് തേങ്ങ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് യുവർ മിസ്റ്റേക്ക്. നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് നിങ്ങൾ ചിന്തിക്കുക. ഇവിടെ വെറും ഒരു ടോപ്പിക് സെക്ഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ലൈവിൽ വരുന്ന ആളുകളെടുത്ത് ചെറിയൊരു ടാസ്ക് പറയുന്നു. ഈ ടാസ്ക് മുതലെടുക്കാൻ ആരും ലൈവിലോട്ട് കയറി വരണ്ട. ടാസ്ക് മാത്രമാണ്. ടാസ്ക് എന്ന് പറയുമ്പോൾ ആ ടാസ്ക് ആയിട്ട് മാത്രം കാണുക.
അത് മുതലെടുത്തിട്ട് എന്നെ കുറെ തെറിവേട് പറഞ്ഞിട്ട് നിങ്ങൾ ആളാവാൻ നിൽക്കണ്ട, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സോ നമുക്ക് മോഡറേറ്റർ ഒന്നും ഇല്ല, അപ്പൊ അതുകൊണ്ട് ബാഡ് കമന്റ്സ് കുറെ ഇടുന്ന ആളുകൾ കമന്റ്സേ ഞാൻ വായിക്കുന്നില്ല, എനിക്ക് കണ്ണ് കാണുന്നില്ല. ഓക്കെ, സോ ഞാൻ എൻ്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് സംസാരിക്കാൻ ധൈര്യമുള്ള ആളുകളാണെങ്കിൽ, സംസാരിക്കാൻ കോൺഫിഡൻസ് ഉള്ള ആളുകളാണെങ്കിൽ ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ശബ്ദം പുറത്തോട്ട് വിടാം, ഇവിടെ വരാം, സംസാരിക്കാം. ഓക്കെ, ഷഫീഖ് TP ലൈവിലോട്ട് സ്വാഗതം. നമുക്ക് ഒരു റിക്വസ്റ്റും കൂടെ ഉണ്ട്, ഒന്ന് വെയിറ്റ് ചെയ്തോളൂ. ഓക്കെ, വീണ്ടും പറയാണ്, ലൈവിൽ കമന്റ് ചെയ്യുന്ന ആളുകളെടുത്ത് ഓക്കെ, ടോപ്പിക് ദേഷ്യമാണെന്ന് കരുതിയിട്ട് ഓവർ അങ്ങ് കമന്റ് ചെയ്യാൻ നിൽക്കണ്ട. ഓക്കെ, ഓവർ കമന്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ടോപ്പിക്കാണ്. ആ ടോപ്പിക് എന്ന് പറയുമ്പോൾ ദേഷ്യം, നിങ്ങൾ ദേഷ്യമുള്ള ഒരു വ്യക്തിയാണോ, ദേഷ്യം നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ എന്ത് പ്രശ്നമാണ് വരുത്തിയിരിക്കുന്നത്, ഈ ദേഷ്യം മാറാൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെ പ്രിപ്പറേഷൻ ആണ് ചെയ്തിരിക്കുന്നത്, ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ സംസാരിക്കുക. അല്ലാണ്ട് അത് മുതലെടുത്തിട്ട് കുറേ വേർഡ്സ് ഇങ്ങനെ കമന്റ് ചെയ്തേക്കണ്ട. എനിക്ക് ദേഷ്യം വരുമോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചില സിറ്റുവേഷൻസിൽ ദേഷ്യപ്പെടാറില്ല. കാരണം എൻ്റെ അമ്മ പണ്ട് പറയാറുണ്ട്, ഈ കുരയ്ക്കുന്ന പട്ടി കടിക്കില്ല എന്ന് പറയും. അപ്പൊ നമുക്ക് ചില ആളുകൾ കുറേ ഇങ്ങനെ കുരയ്ക്കുന്ന കാണുമ്പോഴേക്കും അവർ കടിക്കില്ല, അവർ ആ വഴിക്ക് പോട്ടെ, മനസ്സിലായോ? അപ്പൊ അടുത്ത റിക്വസ്റ്റ് എന്തെങ്കിലും ഉണ്ടോ നോക്കാം. യെസ്, വി ഹാവ് വൺ റിക്വസ്റ്റ്. ജിസ് റിഷ, എന്തുണ്ട് വിശേഷം? എന്താണ് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണോ? അതെ റിഷ, ഈ ഒരു ടോപ്പിക് നമ്മള് കോപം, ദേഷ്യം, ആംഗ്രി ഇങ്ങനെയൊക്കെ പറയാം. ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട് സംസാരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് സംസാരിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ഒരു മുൻചാട്ടക്കാരിയാണോ, മുൻകോപക്കാരനാണോ വന്ന് സംസാരിക്കാം. രാഹുൽ ആദ്യം സ്വന്തം പേരിലൊന്ന് വന്ന് സംസാരിക്കുക, അല്ലെങ്കിൽ സ്വന്തം ഫോട്ടോസ് വെളിപ്പെടുത്തുന്ന എന്തെങ്കിലും ഐഡിയ വെച്ചിട്ട് സംസാരിക്കും. ഓക്കെ, റിഷ പെൺകുട്ടിയാണോ? അപ്പം റിഷ, സോറി എനിക്ക് DP കാണുന്നില്ല, ഞാൻ ഗസ് ചെയ്തതാണ്. കടിക്കേണ്ട സിറ്റുവേഷൻ വന്നാൽ കടിക്കും. ഓക്കെ, സോ അഗെയിൻ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താണ്? ദേഷ്യമാണ്. അപ്പൊ ദേഷ്യം എന്നുള്ള ടോപ്പിക്കുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ കംഫർട്ടബിൾ സിറ്റുവേഷൻ ആണെങ്കിൽ ലൈവിൽ വന്ന് സംസാരിക്കാം, ഗസ്റ്റ് എടുക്കുന്നതാണ്. ഓക്കെ, പക്ഷെ ലൈവിൽ വരുന്ന ആളുകളടുത്ത് ചെറിയൊരു ടാസ്ക് ഞാൻ തരികയാണ്. ആദ്യം തന്നെ ലൈവിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ചെറിയൊരു ടാസ്ക് എടുക്കണം, എൻ്റെ അടുത്തൊന്ന് ദേഷ്യപ്പെടണം. ഓക്കെ, പിന്നെ ലൈവിൽ പരസ്പരം ഫാൻസ് ഉണ്ടാക്കുന്ന ആളുകൾ, ലൈവിലേക്ക് ഇപ്പം എന്താ പറയുക, നമ്മള് വേണ്ട വേർഡ് യൂസ് ചെയ്താൽ ശരിയാവില്ല. ഓക്കെ, റിഷ നീ 13 ആണെങ്കിൽ റിഷ 9 ആയിക്കോട്ടെ, നിനക്കെന്ത് പ്രശ്നം? ഓക്കെ, വെറുതെ ദേഷ്യം പിടിക്കുന്നു, വെറുതെ. ഓക്കെ, അത് പറഞ്ഞു വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നത്, നമ്മൾക്ക് ആക്ച്വലി ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ളത് ആൺകുട്ടികൾക്കാണോ പെൺകുട്ടികൾക്കാണോ ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ളത്? എന്താ മുകളിലേക്ക് നോക്കുന്നത്? എനിക്ക് ഇവിടെ ദേഷ്യം വരും, എന്ത് പറ്റി? പെൺകുട്ടികൾക്കാണോ ദേഷ്യം കൂടുതലുള്ളത്, അല്ലെങ്കിൽ ലേഡീസിനാണോ ദേഷ്യം കൂടുതലുള്ളത്? പെട്ടെന്ന് പറഞ്ഞേ, ലേഡീസിനാണോ ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ളത് അതോ ബോയ്സിനാണോ ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ളത്? സബ്ജക്റ്റ് ആംഗ്രിയാണ്, സബ്ജക്റ്റ് ദേഷ്യമുള്ള ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സംസാരിക്കണമെങ്കിൽ ലൈവിൽ വരാം, സംസാരിക്കാം. എനിക്ക് തോന്നിയിട്ടുണ്ട് പെൺകുട്ടികൾക്കാണ് ദേഷ്യം കൂടുതലുള്ളതെന്ന്. ശരിയല്ലേ പറഞ്ഞത്? ആണുങ്ങൾക്ക് പിന്നെയും ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റും, അവർ മാക്സിമം ക്ഷമിക്കും. എനിക്ക് ഫീൽ ചെയ്ത കാര്യം വരുന്ന കേട്ടോ, മാക്സിമം ക്ഷമിക്കും. പക്ഷെ പെൺകുട്ടികൾ ചെറിയ കാര്യങ്ങളിൽ കോപപ്പെടും, ചെറിയ കാര്യങ്ങൾക്ക് പെണ്ണുങ്ങും, ചെറിയ കാര്യങ്ങൾക്ക് കോപപ്പെടും. പീരീഡ്സ് ടൈമിൽ അവർക്ക് ദേഷ്യം കൂടുതലായിരിക്കും. അല്ലാത്ത ടൈം ആണെങ്കിൽ ആ കാര്യങ്ങളില്ലാതെ അവർ ദേഷ്യപ്പെടും. പക്ഷേ ആ ദേഷ്യം അതുപോലെ തന്നെ സോൾവ് ചെയ്യാനും പെൺകുട്ടികൾക്ക് പറ്റാറുണ്ട്. ആ ദേഷ്യം കുറച്ച് ടൈമിലേക്ക് ഉണ്ടാവുകയുള്ളൂ. പക്ഷെ ആൺകുട്ടികളാണെങ്കിൽ അത്ര പെട്ടെന്നൊന്നും ദേഷ്യപ്പെടില്ല. പക്ഷെ വൺസ് ദേഷ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കുന്നത്, ഏറ്റവും കൂടുതൽ സാധനങ്ങൾ നശിപ്പിക്കുന്നത്, ഏറ്റവും കൂടുതൽ ടൈം മിണ്ടാതെ നിൽക്കുന്നത് ഒക്കെ ബോയ്സ് ആണ്. സത്യമാണോ അല്ലേ? നിങ്ങൾ ബോയ്സ് ആണ് ഇപ്പം കൂടുതൽ ലൈവ് വാച്ച് ചെയ്യുന്നത്. അപ്പൊ ഒന്ന് പറയാം, ലേഡീസിനാണോ അതോ ബോയ്സിനാണോ ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ളത്? ഓക്കെ, എന്താണ് പറയാനുള്ളത്? ലേഡീസിനാണോ ദേഷ്യം കൂടുതലുള്ളത് അതോ ബോയ്സിനാണോ ദേഷ്യം കൂടുതലുള്ളത്? Okay, myself Rak, I'm from India, Kerala. This live session we can call BC Talk. BC Talk 10 മണി മുതൽ 11 മണി വരെയാണ്. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ദേഷ്യമാണ്, ആംഗ്രി. സോ ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കമന്റ് ചെയ്യാം, അല്ലെങ്കിൽ ലൈവിൽ വന്നിട്ട് സംസാരിക്കാം, ഗസ്റ്റ് എടുക്കുന്നതാണ്. സോ ഹു ഈസ് വാച്ചിങ് ദ ലൈവ്? ബഷീർ കോപമുള്ള ആളാണോ, ദേഷ്യമുള്ള ആളാണോ, മലയാളിയാണോ? അറിയും മലയാളി? ലൈവ് വാച്ച് ചെയ്യുന്ന ആളുകളൊന്ന് കമന്റ് ചെയ്തേ. എനിക്ക് അപ്പോഴേ നിങ്ങൾ ആരാണ് വാച്ച് ചെയ്യുന്നത് എനിക്ക് കറക്റ്റ് മനസ്സിലാവുള്ളൂ. ജസ്റ്റ് ഡു എനി കമന്റ്, ജസ്റ്റ് ഡു ഹായ്, ഹലോ, എന്നാലേ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ.
യെസ് സൂപ്പർമാൻ, താങ്ക് യു ഫോർ ദ കമന്റ്. സൂപ്പർമാൻ എങ്ങനെയാണ്? ലൈഫിൽ ദേഷ്യമുള്ള ഒരാളാണോ? ആംഗ്രിമാൻ ആണോ? കുമാർ താങ്ക് യു. കുമാർ എങ്ങനെ? മുൻകോപക്കാരി എന്താണ്? ദേഷ്യക്കാരനാണോ? ലാലേട്ടന് ഇഷ്ടം എന്താണ്? ദേഷ്യക്കാരനാണോ? ഗുഡ് ബോയ് ദേഷ്യക്കാരനാണോ? ആൻഡ് മലയാളിയാണ് അല്ലേ? ഹംദാൻ അറിയോ മലയാളി? ബേസി ഓക്കെ. നിങ്ങൾ കമന്റ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ മലയാളിയാണെന്ന് പറഞ്ഞോളൂ കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഐ തിങ്ക് സംടൈംസ് സം പീപ്പിൾസ് ദേ ആർ വാച്ചിങ് ഫ്രം പാകിസ്ഥാനി, ദേ ആർ വാച്ചിങ് ഫ്രം ഡിഫറെന്റ് നാഷണാലിറ്റി, സോ ഐ എം ഗെറ്റിംഗ് കൺഫ്യൂസ്. ഞാൻ ബൈക്ക് കോപ്പ് ഉണ്ട്, മനസ്സിലായില്ല. പെട്ടെന്ന് ദേഷ്യം വരും. എന്താണ് ചെയ്യാറ് പെട്ടെന്ന് ദേഷ്യം വരുമ്പോൾ? പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണോ? പിന്നെ പ്രായത്തിനനുസരിച്ചും കുറേയൊക്കെ എടുത്തുചാട്ടം കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ദേഷ്യം വരെയാണ് എടുത്തുചാട്ടം വരെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? രണ്ടും ഒന്നാണോ? ദേഷ്യം എടുത്തുചാട്ടം ഒന്നാണോ? ദേഷ്യമുള്ള ആളുകൾക്ക് എടുത്തുചാട്ടം കൂടുതലായിരിക്കും അല്ലേ? എടുത്തുചാട്ടം ഉള്ളവർക്ക് ദേഷ്യം കൂടുതലായിരിക്കുമോ? കള്ള കാമുകൻ എന്താ ചിരിക്കുന്നത്? ഗുഡ് ബോയ്ക്ക് പെട്ടെന്ന് ദേഷ്യം വരുമോ? ബട്ട് ഗുഡ് ബോയ് എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പം ഏത് തരത്തിലാണ് ഗുഡ് ബോയ് ആവുന്നത്? പറ എങ്ങനെയാണ്? അപ്പം എനിക്ക് തോന്നിയിട്ടുണ്ട് ദേഷ്യം കൂടുതലുള്ള ആളുകൾക്ക് സ്നേഹം കൂടുതലാന്ന് പറയാറുണ്ട്. സത്യമാണോ പറഞ്ഞത്? ദേഷ്യം ഏറ്റവും കൂടുതലുള്ള ആളുകൾക്ക് ഉള്ളിലൊന്നും ഉണ്ടാവില്ല എന്ന് പറയും. അവർക്ക് ഭയങ്കര സ്നേഹമായിരിക്കും എന്ന് പറയും. സത്യമാണോ? ലാലേട്ടൻ എന്താ പറയുന്നത്? ലാലേട്ടൻ ഇഷ്ടം ഒക്കെ എന്താണ് പറയുന്നത്? ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുന്ന ബോയ്സ് കലിപ്പന്റെ കാന്താരി എന്നൊക്കെ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടാവും എന്ന് പറയും. സത്യല്ലേ? എത്രയോ പെൺകുട്ടിക്ക് കലിപ്പന്മാരെ ഭയങ്കര ഇഷ്ടാട്ടോ. പക്ഷെ എനിക്കില്ല. എനിക്കില്ല. ദേഷ്യം ഇപ്പൊ പാർട്ട്നേഴ്സിലാണെങ്കിൽ ഒരാള് എടുത്തുചാട്ടക്കാരനാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ സൈലന്റ് ആയിട്ടുള്ള പെൺകുട്ടിയായിരിക്കും നന്നാവുക. അതല്ലെങ്കിൽ ഇപ്പം എടുത്തുചാട്ടക്കാരിയുള്ള പെൺകുട്ടിയാണെങ്കിൽ സൈലന്റ് ആയിട്ടുള്ള പയ്യനായിരിക്കും നന്നാവുക. പ്രശ്നങ്ങൾ കുറയ്ക്കാൻ പറ്റുമോ? അല്ലേ? പ്രശ്നങ്ങൾ കുറയാൻ പറ്റില്ലേ? പെട്ടെന്ന് ദേഷ്യം വരും, പക്ഷെ പെട്ടെന്ന് മാറും. സത്യമാണ്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ബോയ്സിനാണെങ്കിൽ, പക്ഷെ അത്ര പെട്ടെന്ന് ദേഷ്യം വരാത്ത പയ്യന്മാരാണെങ്കിൽ അവര് ശ്രദ്ധിക്കണം. ചില പയ്യന്മാരാണ് പെട്ടെന്ന് ദേഷ്യം വരും, പക്ഷെ അവരെ വിശ്വസിക്കാൻ പറ്റും. അവർ ആ ദേഷ്യം മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ട്രൂ ആയിട്ട് നിൽക്കും, ഭയങ്കര ലവബിൾ ആയിട്ട് നിൽക്കും, വിശ്വസിക്കാൻ പറ്റും അല്ലേ? പക്ഷെ പെട്ടെന്ന് ദേഷ്യം വരാത്ത ആളുകളുണ്ട്. ഓ എന്റെ കെട്ടിയവൻ അല്ലെങ്കിൽ എന്റെ ചേട്ടൻ അല്ലെങ്കിൽ എന്റെ ഫ്രണ്ട് ഇങ്ങനെയൊന്നും ചെയ്യില്ല, പാവാണ്. പക്ഷെ അവന് ദേഷ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വെട്ടൊന്ന് മുറി രണ്ട് വഴിക്കായിട്ടുണ്ടാവും. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ നിങ്ങളുടെ ലൈഫിൽ? എന്തിനാണ് സോറി പറയുന്നത്? ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ ഒരുപാട് ദേഷ്യമുള്ള ഒരാളാണ്. പക്ഷെ ഞാൻ ദേഷ്യം സൂക്ഷിക്കാറില്ല. ഞാൻ ദേഷ്യം മനസ്സിൽ സൂക്ഷിക്കില്ല. കാരണം ദേഷ്യം നമ്മുടെ റിലേഷൻഷിപ്പിനെ തകർക്കും. ദേഷ്യം നമ്മുടെ സിറ്റുവേഷൻസിൽ നമ്മൾ ബിഹേവ് ചെയ്യാൻ പഠിച്ചിട്ടില്ലെങ്കിൽ ദേഷ്യത്തോടു കൂടി പല ഓപ്പർച്യൂണിറ്റീസും പോകുന്നുണ്ട്, പല നഷ്ടങ്ങൾ വരുന്നുണ്ട് ദേഷ്യം കൊടുത്തല്. അപ്പൊ ദേഷ്യം നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കൺട്രോൾ ചെയ്യുക. നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. നിങ്ങൾ തന്നെ ഒന്ന് റിയലൈസ് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ദേഷ്യം കൂടുതലാണോ കുറവാണോ? എനിക്ക് ദേഷ്യം കൂടുതലാണ്, ഞാൻ എന്താണ് ചെയ്യണമെന്ന് പറഞ്ഞുതരാമോ? ഓക്കെ. അപ്പൊ എന്താണ്? എതിരെ നിൽക്കുന്ന ആളിന്റെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും. അങ്ങനെ പറയരുത്. നമ്മള് 3 ടൈപ്പ് ആളുകൾ ഉണ്ടെന്ന് പറയാം. ഓക്കെ, 3 ടൈപ്പ് ആളുകൾ. ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ ആണ് പറയുന്നത്. ലാലേട്ടൻ ഇഷ്ടം, അതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. സോ എനിക്ക് പറയാനുള്ളത്, ഒരു ടൈപ്പ് ആളുകൾ അത്ര പെട്ടെന്ന് ദേഷ്യപ്പെടില്ല. അവർ മാക്സിമം ക്ഷമിക്കും, സഹിക്കും. പക്ഷെ വൺസ് അവർ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ വെട്ടൊന്ന് മുറി 2. ചില ടൈപ്പ് ആളുകൾ എല്ലാ കാര്യങ്ങൾക്കും ദേഷ്യപ്പെടും, പക്ഷെ അവർ കൂടുതൽ സ്നേഹമുള്ള ആളുകളായിരിക്കും. പിന്നെ ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളൊരു റിലേഷനിലാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നമ്മളൊരു ഫ്രണ്ട്സ് ആണെന്ന് വിചാരിക്കാം. എന്റെ കയ്യിലിരിപ്പ് പോലെയാണോ നിങ്ങളുടെ ബിഹേവിയർ വരേണ്ടത്? അത് തേർഡ് ടൈപ്പാണ്. അതായത് 3 ടൈപ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ തേർഡ് ടൈപ്പ് പറഞ്ഞാൽ ഫ്ലെക്സിബിൾ ആയിരിക്കും അവരുടെ ക്യാരക്ടർ. അവർക്കിപ്പോൾ ഓപ്പോസിറ്റുള്ള ആൾ എന്ത് ചെയ്താലും പുല്ല്, അതുപോലെ മിറർ പോലെ നമ്മൾ അങ്ങ് ആകും. അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ കയ്യിലിരിപ്പ് പോലെ ബിഹേവ് ചെയ്യാൻ ആർക്കും പറ്റും. പക്ഷെ ഓപ്പോസിറ്റുള്ള ആളുടെ ദേഷ്യം മനസ്സിലാക്കി ആ ദേഷ്യത്തിനെ തണുപ്പിച്ചിട്ട് നിങ്ങളൊരു ഹീറോ ആവുക, നിങ്ങളൊരു ഹീറോയിൻ ആവുക. അവിടെയല്ലേ നിങ്ങളുടെ മിടുക്ക്. അല്ലെങ്കിൽ പിന്നെ അവിടുത്തെ ഒഴിഞ്ഞു മാറാം. അവരവരുടെ വഴിക്ക് പോട്ടെ, നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോട്ടെ, അല്ലേ? ശരിയല്ലേ പറഞ്ഞത്? ഓക്കെ. അപ്പൊ നമുക്ക് എന്റെ ദേഷ്യം അങ്ങനെയാണ്. ഓ മൈ ഗോഡ്. ഓക്കെ, എനിക്ക് കുറേ
കുറേ കമന്റ്സ് ഞാൻ ഇങ്ങനെ പെട്ടെന്ന് പോയി ഞാൻ സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കമന്റ്സ് പോകും. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഞാനൊരു റിക്വസ്റ്റ് ചെയ്യാണ്, ഈ ഒരു ലൈവ് സെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ കമന്റ്സ് വായിക്കുന്നതോ അല്ലെങ്കിൽ കമന്റ് ഡിസ്കസ് ചെയ്യുന്ന ലൈവ് മാത്രമല്ല, നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനുണ്ടെങ്കിൽ ഗസ്റ്റ് വരിക, സംസാരിക്കുക. ഈ വായിക്കുന്നതിനേക്കാളും എത്രയോ എളുപ്പമല്ലേ അത്, അല്ലേ? എല്ലാവരുടെ കമന്റ്സും വായിക്കുമ്പം ഞാനിതിൽ ആരും ഞാൻ പ്രയോറിറ്റി ചെയ്യുന്നില്ല. നിങ്ങൾ എല്ലാവരും എനിക്ക് ഈക്വൽ ആണ്, നിങ്ങൾ എല്ലാവരും എൻ്റെ വ്യൂവേഴ്സ് ആണ്. ദർ ഇസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ ഗിഫ്റ്റേഴ്സ് ആൻഡ് ഗിഫ്റ്റ് തരാത്തവരൊന്നുമില്ല. ഈ ടിക്ടോക്കിൽ ഈ അക്കൗണ്ടിൽ നിങ്ങൾ എല്ലാവരും എൻ്റെ വ്യൂവേഴ്സ് ആണ്. വേറെ പല ഐഡീസിൽ പോയിട്ടുണ്ടെങ്കിൽ അവരിങ്ങനെ ചെക്ക് ചെയ്യും ഗിഫ്റ്റർ ആണോ അല്ലേ എന്നുള്ളത്. പക്ഷെ എനിക്ക് അങ്ങനെയല്ല. ഏതെങ്കിലും കാരണവശാലും നിങ്ങളുടെ കമന്റ്സ് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി പറയുകയാണ്. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ദേഷ്യമാണ്. അപ്പോൾ ദേഷ്യം എന്നുള്ള ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ടെങ്കിൽ ഗസ്റ്റ് വരിക, സംസാരിക്കുക. അല്ല നിങ്ങൾ ചെയ്യുന്ന കമന്റ് നിങ്ങൾ ചെയ്യുന്ന കമന്റ് ഞാൻ വായിക്കുന്നില്ലെങ്കിൽ ഒന്നുകൂടെ കോപ്പി പേസ്റ്റ് ചെയ്യാം. നല്ലതാണ് ലാലേട്ടന് ഇഷ്ടം, നല്ലതാണ്. ദേഷ്യം ഇല്ല എന്ന് പറയുമ്പോൾ അത് നല്ലൊരു തീരുമാനത്തിലേക്കുള്ള തുടക്കമാവട്ടെ, നല്ലത് മാത്രം വരട്ടെ. നല്ല ദേഷ്യമുള്ള ഒരാളാണ് ഇന്ന് മുതൽ എനിക്ക് ദേഷ്യം മുന്നോട്ടേക്ക് വേണ്ട, ഈ ദേഷ്യം കാരണം എനിക്ക് പല ബന്ധങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഈ ദേഷ്യം കാരണം എനിക്ക് പല നഷ്ടങ്ങളും വന്നിട്ടുണ്ട്, പല പ്രശ്നങ്ങളും വന്നിട്ടുണ്ട്, പിന്നീട് ഞാൻ റിയലൈസ് ചെയ്യുമ്പം എൻ്റെ ദേഷ്യം അവിടെ തെറ്റായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നല്ല തിരിച്ചറിവാണ്, നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോട്ടെ. സാരി എടുത്തു വന്ന് എന്നെ പോലെ എൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കും. അത് വേണ്ട, അത് വേണ്ട, അത് വേണ്ട. സ്നേഹം വേറെ ടോപ്പിക്കാണ്. നമ്മൾ ദേഷ്യത്തിനെ കുറിച്ചല്ലേ സംസാരിക്കുന്നത്. ദേഷ്യമുള്ള എത്ര ആളുകളുണ്ട്. അതായത് ദേഷ്യം എന്ന് പറയുമ്പം ഭയങ്കര ദേഷ്യമാണ്. എൻ്റെ ദേഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ദേഷ്യം ഞാൻ തിരിച്ചറിഞ്ഞു. എൻ്റെ അടുത്ത് ദേഷ്യമാണെന്നുള്ളത് 10 ആള് പറഞ്ഞോട്ടെ, 100 ആള് പറഞ്ഞോട്ടെ, ചിലപ്പോൾ നമ്മൾ ദേഷ്യമുള്ള ആളായിരിക്കും, അല്ലാതിരിക്കും. നമുക്കറിയില്ല. ഈ പറഞ്ഞ മാതിരി ഓപ്പോസിറ്റ് പേഴ്സന്റെ കയ്യിലിരിപ്പോണ്ടായിരിക്കും ചിലപ്പോൾ അവരങ്ങനെ പറയുന്നത്. നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കിയിരിക്കും. ബട്ട് വൺസ് യു റിയലൈസ് ഞാനൊരു മുൻകോപക്കാരിയാണ് എന്ന് പറഞ്ഞേ, സ്നേഹമില്ലാത്തടത്തല്ലേ ദേഷ്യമുള്ളത്, അങ്ങനെ പറയരുത്. ഞാൻ ചോദിക്കട്ടെ, സ്നേഹം ഉള്ളിടത്ത് ദേഷ്യം എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു രീതിയിൽ സംസാരിക്കും ചില ആളുകൾ. അതായത് ഞാനൊരു വ്യക്തിയെ വളരെ വളരെ രീതിയിൽ വിശ്വസിക്കുന്നുണ്ട്, വളരെ രീതിയിൽ പ്രണയിക്കുന്നുണ്ട്. ആ വ്യക്തി ഞാൻ എന്ത് ചെയ്താലും എന്നെ വിട്ട് പോകില്ല എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ, അങ്ങാടി തോറ്റ അമ്മനോടെന്ന് പറഞ്ഞ പോലെ നമുക്ക് എന്ത് രീതിയിലുള്ള പ്രോബ്ലംസ് വന്നാലും, കൊളീഗ്സിൻ്റെ അടുത്ത് പ്രശ്നം വന്നാൽ, സൊസൈറ്റിയിൽ നിന്ന് പ്രശ്നം വന്നാൽ, നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അത്രയും വിശ്വസിക്കുന്ന ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ അടുത്ത് വന്നിട്ട് പ്രസന്റ് ചെയ്യും. അങ്ങനെയുള്ള ആളുകളും ഇല്ലേ? ഓക്കെ, ദേഷ്യം നിയന്ത്രിക്കാൻ ആളില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ. അതെന്താണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്? പെൺകുട്ടികൾക്കാണ് ദേഷ്യം കൂടുതൽ എന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. പെൺകുട്ടികൾ കാരണമല്ലേ അത് ദേഷ്യപ്പെടുന്നവരാണ് ഏറ്റവും കൂടുതൽ. അതെന്താന്ന് എനിക്ക് അറിയില്ല. താങ്ക് യു ഡിയർ, താങ്ക് യു. ദേഷ്യമുള്ളൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ഫേസിൽ അത് റിഫ്ലക്റ്റ് ചെയ്യും, നിങ്ങളുടെ ബിഹേവിയറിൽ അത് റിഫ്ലക്റ്റ് ചെയ്യും, നിങ്ങളുടെ റിയൽ ലൈഫിൽ റിഫ്ലക്റ്റ് ചെയ്യും, ഡെയിലി ലൈഫിൽ റിഫ്ലക്റ്റ് ചെയ്യും. നമ്മളായിരിക്കും നമ്മൾ ദേഷ്യപ്പെട്ടിട്ട് എന്താ പ്രശ്നം? ദേഷ്യം നമ്മുടെ ഇഷ്ടമല്ലേ, ദേഷ്യം നമ്മുടെ ചോയ്സ് അല്ലേ? പക്ഷേ അത് നിങ്ങളുടെ ബ്യൂട്ടീനെ പോലും റിഫ്ലക്റ്റ് ചെയ്യും. ഓക്കെ, മുന്നാണോ ഉദ്ദേശിച്ചത്? ഗുഡ് നൈറ്റ് ഡിയർ. ഓക്കെ, നമുക്ക് 10:41 വീണ്ടും ഞാൻ പറയുകയാണ്, ഇന്നത്തെ ഈ ഒരു ടോപ്പിക്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഗസ്റ്റ് ആയിട്ട് വന്ന് സംസാരിക്കണമെങ്കിൽ സംസാരിക്കാം. ചില ദേഷ്യങ്ങൾ സ്നേഹത്തിൽ നിന്നാണ് ജനിക്കുന്നത്. അത് ഞാൻ തിരിച്ചു പറയട്ടെ, ചില സ്നേഹങ്ങൾ ദേഷ്യത്തിൽ നിന്നാണ് ജനിക്കുന്നത്. എനിക്ക് അങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ആ ഫ്രണ്ടിനെ പരിചയപ്പെടുന്നത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്നാണ്, സോഷ്യൽ മീഡിയ പോലത്തെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്നാണ്. വളരെ അടി ഉണ്ടാക്കി തുടങ്ങിയ ഫ്രണ്ട്ഷിപ്പാണ്, വളരെ അടി. എന്തിനടി ഉണ്ടാക്കി? ഞങ്ങൾക്ക് രണ്ടുപേർക്കും അല്ല, ഞാനും എടുത്തുചേട്ടക്കാരനാണ്, അവനും എടുത്തുചേട്ടക്കാരനാണ്, എടുത്തുചേട്ടക്കാരിയാണ്, അവനും എടുത്തുചേട്ടക്കാരനാണ്. ഒരുപാട് ചീത്ത വിളിച്ച് ഒരുപാട് വഴക്കിട്ടതിന് ശേഷം വൺസ് വി റിയലൈസ് ഐ സെഡ് സോറി, ഹി സെഡ് സോറി, പിന്നെ നല്ലൊരു ഫ്രണ്ട്സായി മാറിയിട്ടുണ്ട്. അപ്പം ചില ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും ചില റിലേഷൻഷിപ്പ് ആണെങ്കിലും ഒക്കെ ഈ ദേഷ്യത്തുനിന്ന് തുടങ്ങാനുള്ള ചാൻസസ് ഉണ്ട് അല്ലേ? പിന്നെ തീർച്ചയായിട്ടും ഇന്നല്ല, ഡെയിലി എന്ത് ചെയ്യണം? ഡെയിലി കിടന്നുറങ്ങുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം? ഈ ടോപ്പിക്കിനെ കുറിച്ചൊന്ന് ചിന്തിക്കാം. നമ്മൾ എത്രത്തോളം ദേഷ്യപ്പെട്ടു, എത്ര ആളോട് ദേഷ്യപ്പെട്ടു, നല്ലൊരു കാര്യമാണ്. അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്. ഹലോ,
ഹലോ, നമസ്കാരം. നമസ്കാരം. ദേഷ്യം കൊണ്ടൊന്നും നേടാനില്ല, നഷ്ടപ്പെടാനേ ഉള്ളൂ. സത്യമാണോ? ദേഷ്യപ്പെടുന്നവർക്ക് അല്ലേ അതെ. മുൻകോപം എന്നുള്ളത് ഏറ്റവും വലിയ ദോഷമുള്ള ഒരു സാധനം. എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, റിലേറ്റീവ്സ് ഉണ്ട്, പെട്ടെന്ന് ദേഷ്യം വരുന്നവർ. പക്ഷേ അവരുടെ മനസ്സിലധികം ഒന്നും കാണില്ല. ആ ദേഷ്യം കാണിച്ച് ആ സമയം ദേഷ്യപ്പെടുന്ന സമയത്തേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോൾ അവർ നോർമലാവും. പക്ഷേ ആ ദേഷ്യം കൊണ്ട് ഒരുപാട് നഷ്ടപ്പെട്ടവർ ഒരുപാടാണ്. മുൻകോപം എന്ത് പെട്ടെന്ന് ഒരു ഇത് വന്നാൽ പോലും ദേഷ്യപ്പെടുന്നതിന് മുന്നേ ചിന്തിക്കുക. നമ്മൾ ദേഷ്യപ്പെട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് എന്ത് ഭവിഷ്യത്ത് വരും, അതിൻ്റെ ഡീമെറിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഒരു മിനിറ്റ് ഇങ്ങനെ ആ എടുത്തുചാട്ടുള്ള ദേഷ്യം ആളുകൾക്ക് അത് ചിന്തിക്കാനുള്ള സമയം ഉണ്ടാവില്ലല്ലോ. പക്ഷെ അതാണ് അവർക്ക് പറ്റുന്ന അബദ്ധവും. പെട്ടെന്ന് ചാടിക്കയറി എന്തെങ്കിലും പറയുമ്പോൾ അത് വേറെ രീതിയിൽ വന്ന് ഭവിക്കും. ചേട്ടന്റെ അതുപോലെ സൗണ്ട് കേട്ടിട്ട് ശാന്തശീലനാണെന്ന് തോന്നുന്നു. ഞാൻ പൊതുവെ ശാന്തനാണ്. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരില്ല. ഞാൻ എല്ലാം ടേക്ക് ഇറ്റ് ഈസി അങ്ങനെ എടുത്തിട്ട് പോകുന്ന ആളാണ്. പക്ഷേ ഇങ്ങനെ ശാന്തമായിട്ട് പോവും. പക്ഷേ എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കാരണം അത്രയ്ക്ക് എനിക്ക് സഹിക്കാൻ പറ്റാവുന്ന കണ്ടീഷന് മുകളിൽ പോകുമ്പോൾ മാത്രമേ ഞാൻ പൊട്ടിത്തെറിക്കാറുള്ളൂ. കാരണം ഈ പറയില്ലേ, അമുക്കി വെച്ച് പ്രസ് ചെയ്ത് വെച്ചത് ഒരു സമയത്ത് പൊട്ടിത്തെറിച്ചാൽ അതിന് വലിയ ഇതുണ്ടാവും, ഭവിഷ്യത്തുകളുണ്ടാവും. പക്ഷെ പെട്ടെന്ന് ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊന്നും ദേഷ്യപ്പെടാറില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ തന്നെ നമ്മളെ വീട്ടിൽ നമ്മുടെ അമ്മയോ അല്ലെങ്കിൽ ഒരു ഭാര്യയോ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്നു. അപ്പോൾ ഒരു ഭക്ഷണത്തിൽ എന്തെങ്കിലും അല്പം ഉപ്പ് കൂടിപ്പോയി. പെട്ടെന്ന് തന്നെ നമുക്ക് ദേഷ്യപ്പെട്ട് എന്തെങ്കിലും പറയാം. പക്ഷേ അവർ രാവിലെ മുതൽ അടുക്കളയിൽ നിന്ന് കഷ്ടപ്പെട്ട് ഇതെല്ലാം ഉണ്ടാക്കി തരുമ്പോൾ ഒരിക്കലും അവർ ചിന്തിക്കില്ല ഇത് എൻ്റെ ഭർത്താവോ അല്ലെങ്കിൽ എൻ്റെ മോനോ കഴിക്കരുത് എന്നുള്ള രീതിയിൽ ആരും ഉപ്പ് അല്പം കൂട്ടിയിടുവോ? ഇല്ല. ഒരു കയ്യബദ്ധം പറ്റുന്നതാണ്. അപ്പം അത് നമ്മൾ മനസ്സിലാക്കി ക്ഷമിക്കാവുന്നതേ ഉള്ളൂ. പറഞ്ഞ് മനസ്സിലാക്കാം, ഇതിൽ അല്പം ഉപ്പ് കൂടിപ്പോയി, ഇത് കഴിക്കാൻ പറ്റാവുന്നതിനും അപ്പുറമായിപ്പോയി എന്ന് പറയുമ്പോൾ അവർ അത് ശ്രദ്ധിക്കും. ഏതെങ്കിലും ഒരു അമ്മയോ അല്ലെങ്കിൽ ഒരു ഭാര്യയോ അല്ലെങ്കിൽ ഒരു സഹോദരിയോ പാചകം ചെയ്യുമ്പോൾ ഇവർ കഴിക്കാതെ പോട്ടെ എന്നും പറഞ്ഞിട്ട് ഉപ്പിടുവോ അല്ലെങ്കിൽ എരിവ് കൂട്ടിയിടുവോ? ഇതെല്ലാം കയ്യബദ്ധം പറ്റുന്നതാണ്. അതിന് ഉടനെ ദേഷ്യപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് നല്ലതല്ല. എന്നാൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ നമ്മൾ ശാന്തത പാലിക്കണം, പെട്ടെന്ന് ദേഷ്യപ്പെടാൻ പാടില്ല എന്നുള്ളതാണ്. അതുപോലെ നമ്മൾ ഒരാളോട് ദേഷ്യപ്പെടും മുന്നേ നമ്മൾ അവരുടെ സൈഡിൽ നിന്നും ചിന്തിക്കുക. അവരുടെ സൈഡിൽ ഞാൻ അവിടെ ആയിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും പ്രവർത്തിക്കുക അല്ലെങ്കിൽ പ്രതികരിക്കുക എന്നുള്ളത് ചിന്തിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് 2 പ്രാവശ്യം ആലോചിക്കുക, ഇത് ശരിയാണോ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പകുതി പ്രശ്നങ്ങളും ഒഴിവാക്കാം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ദേഷ്യം കൊണ്ടൊന്നും നേടാനില്ല, സമാധാനം കൊണ്ട് പലതും നേടാം. ദേഷ്യം കൊണ്ടൊന്നും നേടാൻ പറ്റില്ല എന്നുള്ളത് എൻ്റെ എളിയ ഒരു ഇതാണ്. അത്രയേ ഉള്ളൂ. ഞാൻ ചെറുപ്പക്കാരനല്ല, ഒരു പക്വത വന്ന ഒരാളാണ്. എനിക്ക് 58 വയസ്സാണ് പ്രായം. അതുകൊണ്ട് ഞാൻ എൻ്റെ ഇത്രയും കാലം ജീവിതത്തിൽ ഞാൻ അനാവശ്യമായിട്ട് ആരുമായിട്ടൊരു വഴക്കുണ്ടാക്കുകയോ അല്ലെങ്കിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് ദേഷ്യപ്പെടുകയോ അങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ള ഒരു പൂർണ്ണ ബോധ്യത കൊണ്ട് മാത്രമാണ് ഞാനിവിടെ പറയാൻ വന്നതും പറയുന്നത്. ഓക്കെ, നല്ലൊരു ടോപ്പിക്കായിരുന്നു. അതുകൊണ്ട് എൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. എല്ലാവർക്കും സത്യം ഞാൻ പറയുന്നത്, എല്ലാവർക്കും ഒരു ദേഷ്യപ്പെടുന്നതിന് മുന്നേ 2 പ്രാവശ്യം ചിന്തിച്ച് പ്രവർത്തിച്ചാൽ പല പ്രശ്നങ്ങളും നമുക്ക് ലൈഫിൽ ഒഴിവാക്കാം.
ഒരു ചെറിയ ദേഷ്യം കൊണ്ട് എന്തൊക്കെയോ നഷ്ടപ്പെട്ടവർ ഒരുപാട് പേരുണ്ട്. ചെറിയ ദേഷ്യം കൊണ്ട് അതിൽ ഇപ്പോൾ ഞാൻ ദേഷ്യപ്പെടുന്നു, എൻ്റെ ആപ്പോസിറ്റ് നിൽക്കുന്നവരത് ഓക്കെ അവനെന്തോ ദേഷ്യത്തിൽ പറഞ്ഞു പോട്ടെ എന്ന് വിചാരിക്കുന്നവരാണെങ്കിൽ ആ പ്രശ്നം പകുതി അവിടെ ഒഴിവായി. പക്ഷേ ആപ്പോസിറ്റ് നിൽക്കുന്നവർ എന്നെക്കാളും ദേഷ്യമുള്ളവരാകുമ്പോൾ രണ്ടുപേർക്കും നഷ്ടങ്ങളെ വരൂ. ഒരിക്കലും അത് സമാധാനമായിട്ട് പോവില്ല എന്നുള്ള ഇതുകൊണ്ടാണ്. ഓക്കെ, താങ്ക് യു, നമസ്കാരം, നന്ദി. താങ്ക് യു, നമസ്കാരം, ബൈ. നമസ്കാരം. ഓക്കെ, അപ്പം എനിക്ക് തന്നെ കൺഫ്യൂഷൻ ആയി നമസ്കാരം പറയേണ്ടത്. ഓക്കെ, സോ നമുക്ക് അടുത്ത റിക്വസ്റ്റ് ഉണ്ട്. അപ്പം ഇനി ആർക്കെങ്കിലും റിക്വസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ 11 മണിക്ക് നമുക്ക് ഈ ടോക്ക് ഷോ ഫിനിഷ് ചെയ്യണം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് കേൾക്കുന്നുണ്ടോ അമീർ? ഹായ്, ഹൗ ആർ യു? ഫൈൻ ഫൈൻ, എന്ത് വിശേഷം? സുഖം. അമീർ, നമുക്കൊരു ടോപ്പിക് ഉണ്ട് ഈ ടോക്ക് ഷോയില്. ദേഷ്യമാണ് ടോപ്പിക്. എന്താണ് മൊത്തം പറഞ്ഞോളൂ. അമീർ, നമുക്ക് ഈ ഒരു ടോക്ക് ഷോ ആണിത് 10 മണി മുതൽ 11 മണി വരെ. ഇന്നത്തെ ടോപ്പിക് ദേഷ്യമാണ്. നിങ്ങൾ ദേഷ്യമുള്ള ഒരു വ്യക്തിയാണോ റിയൽ ലൈഫിൽ, അതോ ഒരു ശാന്തശീലനാണോ? ഞാൻ ഒമാനിലാണ്, കണ്ണൂരാണ് താമസം. നിങ്ങളുടെ റിയൽ ലൈഫില് നിങ്ങൾ ശാന്തശീലനാണോ അതോ ദേഷ്യം മുൻകോപമുള്ള വ്യക്തിയാണോ? കേൾക്കുന്നുണ്ടോ പറയുന്നത്? പറഞ്ഞോളൂ. ഞാൻ ചോദിക്കുന്നത് കേൾക്കുന്നില്ലേ? അതായത് ഞാൻ ഇന്നൊരു ടോപ്പിക്കും കൊണ്ടാണ് സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. നമ്മുടെ ടോപ്പിക് ഇതാണ്: നിങ്ങളൊരു ദേഷ്യമുള്ള വ്യക്തിയാണോ, നിങ്ങളൊരു ശാന്തശീലനാണോ? ദേഷ്യം മൂലം എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടോ? എന്തെങ്കിലും സൊല്യൂഷൻസ് ഉണ്ടോ? എന്തെങ്കിലും നഷ്ടങ്ങൾ വന്നിട്ടുണ്ടോ? ഞാൻ നല്ല ശാന്തിയുള്ള വ്യക്തിയാണ്. എല്ലാം കേൾക്കാൻ തയ്യാറായ ഒരു വ്യക്തിയാണ്. മനസ്സിലായോ? മനുഷ്യനോട് നല്ലൊരു ദയുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഗുഡ്. ഓക്കെ അമീർ, നമുക്ക് അടുത്ത റിക്വസ്റ്റിലേക്ക് കിടക്കാം. ഓക്കെ, പറഞ്ഞോളൂ. നമുക്ക് അടുത്ത ആളിലേക്ക് കിടക്കാം. അടുത്ത ആൾ സംസാരിക്കാൻ അഷ്റഫ് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, പറഞ്ഞോളൂ. ഓക്കെ, എനിക്ക് ആകെ കൺഫ്യൂഷൻ ആയി. പുള്ളി ഫസ്റ്റ് ടൈം ആയിരിക്കും ടോക്ക് ഷോയില്. അപ്പൊ ലാലേട്ടൻ ഇഷ്ടം ഈ ഒരു ലൈവ് എന്തെങ്കിലും രീതിയിൽ വ്യക്തിപരമായിട്ടുള്ള ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ സോറി പറയുകയാണ്. ഒരു കാര്യം മനസ്സിലാക്കുക, നഷ്ടപ്പെട്ടത്, ദേഷ്യം മൂലം നഷ്ടപ്പെട്ടത് പലതും ഉണ്ടാകും. ഒരു ദിവസം പോയി കിട്ടിയെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. നമ്മുടെ ദിവസം ഇന്നത്തോടു കൂടി കഴിഞ്ഞു. ഇനി നാളെ പുതിയൊരു ദിവസം വരികയാണ്. ആ പുതിയ ദിവസം പുതിയ ഓർമ്മകൾ, പുതിയ എക്സ്പീരിയൻസ്, പുതിയ കാര്യങ്ങൾ, പുതിയ പ്രവർത്തികൾ എല്ലാം തുടങ്ങുക. ന്യൂ ഇയറിന് മാത്രം പുതിയ പ്രവർത്തികൾ തുടങ്ങുന്ന കുറേ ആളുകളുണ്ട്. അത് തൽക്കാലത്തോട് മാറ്റി വെക്കുക. വൺസ് യു റിയലൈസ് നാളെ മുതൽ ന്യൂ ഇയർ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ആളിലോട്ട് കിടക്കാം. അഷ്റഫ്. ആൻഡ് 11 മണിക്ക് നമ്മൾ ലൈവ് സ്റ്റോപ്പ് ചെയ്യും. സോ ദിസ് ഇസ് ദ ലാസ്റ്റ് റിക്വസ്റ്റ്, ഗസ്റ്റ് റിക്വസ്റ്റ് ആണ്. എന്താണ് അഷ്റഫ് വിശേഷങ്ങള്? അഷ്റഫ് കേൾക്കുന്നുണ്ടോ? ദേഷ്യാണ് ടോപ്പിക് അല്ലേ? അതെ, ദേഷ്യാണ് ടോപ്പിക്. അഷ്റഫ് അത്ര ദേഷ്യമില്ലാത്തൊരു വ്യക്തിയാണെന്ന് തോന്നുന്നു സൗണ്ട് കേട്ടിട്ട്. ദേഷ്യമില്ലാത്ത വ്യക്തിയാണ്. ഓക്കെ, എന്നാലും എപ്പോഴെങ്കിലും ലൈഫിൽ ദേഷ്യപ്പെട്ടിട്ടുണ്ടോ? ആ ഒരു സിറ്റുവേഷനിൽ എന്തെങ്കിലും നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, നഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ലാഭം തന്നെ ഉണ്ടായിട്ടില്ല. ശരി. അപ്പൊ അഷ്റഫ്, നമുക്ക് സാരി എല്ലാം എടുത്തിട്ടാണല്ലോ. സാധാരണ സാരി ഒന്നും എടുത്തു തരാന്നില്ല. ഓക്കെ, അപ്പൊ നമുക്ക് അഷ്റഫ്, ഞാൻ ഈ ടോപ്പിക്കോടെ കൺക്ലൂഡ് ചെയ്യാണ്. താങ്ക് യു ഡിയർ. സോ നമ്മുടെ ലൈവ് ഇന്ന് വാച്ച് ചെയ്ത എല്ലാവരുടെ അടുത്തും പറയാനുള്ളത്, നമ്മുടെ ബിസി ടോക്ക് ആദ്യമായിട്ട് കണ്ട ആളുകളാണെങ്കിൽ 10 മണി മുതൽ 11 മണി വരെയാണ് ഡെയിലി ലൈവ് ഉണ്ടാകും. ഇന്നത്തെ ടോപ്പിക് മാത്രമാണ് ദേഷ്യം. ഓക്കെ, അപ്പൊ ഇന്ന് വന്ന് നമ്മുടെ ലൈവ് വാച്ച് ചെയ്ത ആളുകൾ നാളെയും കാണാൻ ശ്രമിക്കുക. 10 മണി മുതൽ 11 മണി വരെയാണ് ഡെയിലി ഓരോ ടോപ്പിക്സ് ഉണ്ടാകും. ഈ ടോപ്പിക്സ് ചൂസ് ചെയ്യുന്നത് ഞാൻ തനിച്ച് ചൂസ് ചെയ്യുന്നതല്ല. ലൈവ് വാച്ച് ചെയ്യുന്ന, ഫസ്റ്റ് വാച്ച് ചെയ്യുന്ന ആളുകൾ, 10 മണിക്ക് ജോയിൻ ചെയ്യുന്ന ആളുകൾ, നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരമായിരിക്കും നമ്മൾ ടോപ്പിക് എടുക്കുന്നത്. പക്ഷേ റിക്വസ്റ്റ് ചെയ്യുന്ന നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: വയലേഷൻസ് വേണ്ട, അഡോൾട്ട് കണ്ടന്റ് വേണ്ട, പൊളിറ്റിക്സ് വേണ്ട, ജനറൽ നോളജ് വേണ്ട. നോർമലി എല്ലാവർക്കും സംസാരിക്കാൻ പറ്റുന്ന, ഈ ബിസി ലൈഫിന്റെ ഇടയിൽ വന്ന് സംസാരിക്കാൻ പറ്റുന്ന 1 hour ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ടോക്ക് ഷോ കേൾക്കുമ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ചിന്താഗതികളൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് നല്ലതല്ലേ? ഓക്കെ, സോ നിങ്ങളുടെ എല്ലാവരുടെയും കമന്റ്സ് ഞാൻ കാണുന്നുണ്ട്. നമ്മുടെ ലൈവ് സ്റ്റോപ്പ് ചെയ്യാൻ നേരമായിട്ടുണ്ട്. അപ്പൊ ആർക്കെങ്കിലും പറയാനുണ്ടോ ദേഷ്യത്തിനെ കുറിച്ചിട്ട് എന്തെങ്കിലും? ഇനി എന്തായാലും റിക്വസ്റ്റ് ഞാൻ എടുക്കുന്നില്ല, പക്ഷെ എന്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ സംസാരിക്കാം.
ഞാൻ നല്ല രീതിയിൽ ദേഷ്യമുള്ള ഒരാളാണ്, നല്ല രീതിയിൽ ദേഷ്യമുള്ള ഒരാളാണ്. എനിക്കറിയില്ല, ഞാനിപ്പം ഈ ചിരിച്ച് സംസാരിക്കുന്നതൊന്നും നോക്കണ്ട, ഒരുപാട് ദേഷ്യമുള്ള ഒരാളാണ്. പക്ഷേ ദേഷ്യം എവിടെ എങ്ങനെ എടുക്കണം എന്ന രീതിയിൽ നല്ല ബോധമുള്ള ഒരു വ്യക്തിയാണ്. ഈ ബോധം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ദേഷ്യം ഒരു ഘടകമാണെങ്കിൽ പോലും ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. മനസ്സിലായോ? ഞാൻ വീണ്ടും പറയാണ്, ദേഷ്യം എന്നുള്ളത് ഉണ്ടായിക്കോട്ടെ, പക്ഷേ ദേഷ്യം എവിടെ കൺട്രോൾ ചെയ്യണം, ദേഷ്യം എവിടെ എടുക്കണം, എവിടെ പ്രസന്റ് ചെയ്യണം, ഇതൊക്കെ ബോധം ഉണ്ടെങ്കിൽ നല്ലതാണ്, നല്ലതാണ്, നല്ലതാണ്. ഓക്കെ. അപ്പം വേറൊരു കാര്യം തന്നെ, ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുന്നത് ആരോടായിരിക്കും എന്നുള്ളൊരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. നോർമലി ഞാൻ ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുന്നത് എൻ്റെ പാർട്ട്ണർ അടുത്തായിരിക്കും. ഇപ്പം നിലവിൽ പാർട്ട്ണർ ഇല്ല, പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്നത് എൻ്റെ പാർട്ട്ണർ അടുത്തായിരിക്കും. ഒന്ന്. രണ്ടാമത്തത് എൻ്റെ സ്ട്രേഞ്ചേഴ്സിന് അടുത്തായിരിക്കും. സ്ട്രേഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെടുത്ത് ഏതെങ്കിലും തരത്തിൽ മിസ്ബിഹേവ് ചെയ്യുന്ന ആളുകൾ, അത് റിയാക്ടിങ് ആണ്. അതൊരിക്കലും ദേഷ്യം എന്ന് പറയാൻ പറ്റില്ല. വെറുതെ വഴി കൂടെ പോകുന്ന ആരെങ്കിലും എടുത്ത് നമ്മൾ ദേഷ്യപ്പെടുമോ? ഇല്ല. നമ്മളെടുത്ത് എന്തെങ്കിലും രീതിയിലുള്ള മിസ്ബിഹേവിയർ വന്നു കഴിഞ്ഞാൽ ഞാൻ ദേഷ്യപ്പെടാറുണ്ട്. അതൊരു മോശമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, അതൊരു റിയാക്ടിങ് മാത്രമാണ്. അടുത്ത ദേഷ്യ സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കബളിപ്പിക്കുക. അതായത് ഫ്രണ്ട്സിൻ്റെ ഇടയിലാണെങ്കിലും ഇപ്പോൾ ഓഫീസ് പോലത്തെ എന്തെങ്കിലും കാര്യം എന്തായിക്കോട്ടെ, നമ്മുടെ റിയൽ ലൈഫിൽ, ഡെയിലി ലൈഫിൽ എന്തെങ്കിലും രീതിയിൽ നമ്മളെ കബളിപ്പിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനെ കബളിപ്പിക്കുക, അല്ലെങ്കിൽ സൊസൈറ്റീനെ കബളിപ്പിക്കുക, ഇതൊക്കെ ഞാൻ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ അതും റിയാക്റ്റാണ്, ദേഷ്യം എന്ന് പറയാൻ പറ്റില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് ഞാൻ ദേഷ്യപ്പെടാറ്. പക്ഷെ എനിക്ക് ദേഷ്യം മൂലം എന്തെങ്കിലും നഷ്ടങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സേഫ് ആയിട്ടുണ്ട്. നഷ്ടങ്ങൾ ഒരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല. എൻ്റെ ദേഷ്യം മൂലം എനിക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ വെച്ചാൽ ഇല്ല. മേ ബി എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാകും, പക്ഷെ അതൊന്നും നഷ്ടമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഓക്കെ, അത് നിങ്ങൾ ചിന്തിക്കാം. നമ്മുടെ ദേഷ്യം മൂലം, നമ്മുടെ എടുത്തുചാട്ടം മൂലം നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടു എന്നൊരു തോന്നലുണ്ടെങ്കിൽ അത് ഒന്ന് റിയലൈസ് ചെയ്യാം. ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് ഒരു റിക്വസ്റ്റ്. ഓക്കെ ഫൈൻ. സോ ഇനി എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് സംസാരിക്കാനുണ്ടോ? ആദ്യമായിട്ട് ലൈവ് വാച്ച് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമുക്ക് 11 മണിക്ക് ഈ ടോക്ക് ഷോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യും. ബിസി ടോക്ക് എന്നുള്ള ടോപ്പിക്, ഈ ടോക്ക് ഷോയിൽ നമ്മുടെ ടോപ്പിക് വന്നിരിക്കുന്ന ദേഷ്യമാണ്. യെസ് ഇസ്മയിൽ, താങ്ക് യു ഫോർ വാച്ചിങ്, താങ്ക് യു ഫോർ ജോയിനിങ്. ആൻഡ് ആദ്യമായിട്ട് ഹൂ ഈസ് വാച്ചിങ് മൈ ലൈവ് ഫസ്റ്റ് ടൈം, പ്ലീസ് ലെറ്റ് മീ നോ, ഡു ദ കമൻറ്റ്. ആൻഡ് വി ഹാവ് ദ ലൈവ് ഷെഡ്യൂൾ ഡെയിലി 10 to 11. ഓക്കെ, ഡെയിലി ഓരോ ടോപ്പിക്കാണ്. വി ഹാവ് ഡിഫറെൻറ്റ് ടോപ്പിക്. ഓക്കെ, സോ ദ ടോപ്പിക് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം. ഫുഡ് കഴിച്ചിട്ടില്ല, ഫുഡ് കഴിക്കണം. ബട്ട് എനർജറ്റിക് ആണ്, എനർജി കീപ്പ് ചെയ്യുന്ന ഒരാളാണ്. ബിക്കോസ് ഓഫ് മൈ ഹാപ്പിനെസ്, അതാണ് എൻ്റെ എനർജി. ഓക്കെ, വേറെ എന്താണ്? ഓക്കെ, വെള്ളം സൈഡിൽ വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലൈവ് സെക്ഷൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ഞാൻ സ്റ്റോപ്പ് ചെയ്തോട്ടെ? ലൈവ് സ്റ്റോപ്പ് ചെയ്തോട്ടെ? ഓക്കെ ഇല്ല. ഓക്കെ, അപ്പം ഞാൻ വീണ്ടും പറയാണ്, നമ്മുടെ ലൈവ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാനുള്ള നേരമായിട്ടുണ്ട്. ബിസി ടോക്ക് എന്നുള്ള ടോക്ക് ഷോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 10 മണി മുതൽ 11 മണി വരെയാണ് നമ്മുടെ ലൈവ് സെഷൻ. മൈസെൽഫ് റാക്ക്, ഐ ആം ഫ്രം ഇന്ത്യ, കേരള. ദിസ് ലൈവ് സെഷൻ വി ക്യാൻ കോൾ ബിസി ടോക്ക്. ബിസി ടോക്കിൽ ഇന്നത്തെ ടോപ്പിക് ദേഷ്യമായിരുന്നു. എന്നെ ദേഷ്യപ്പെടുന്ന എല്ലാ മുൻകോപ ഫ്രണ്ട്സിനോടും പറയാനുള്ളത്, ദേഷ്യം ആപത്താണ്, നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്കത് മൂലം പല പ്രശ്നങ്ങളും വരും. നിങ്ങൾ ശ്രദ്ധിക്കുക. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഹാപ്പി ആകാനുള്ള സിറ്റുവേഷനുകൾ കണ്ടുപിടിക്കുക. എവിടെയാണ് നിങ്ങൾക്ക് ദേഷ്യം വരുന്നത് അവിടുന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുക. ദേഷ്യം കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ടും പറ്റിയിട്ടില്ലെങ്കിൽ റിയാക്ട് ചെയ്തോളൂ, നോ പ്രോബ്ലം. നിങ്ങളുടെ ബോഡിയെ ഇഞ്ചുറി ആക്കാതിരിക്കുക. കുറേ ആളുകൾ മൊബൈൽ പൊട്ടിക്കും, അത് ചെയ്യും, ഇത് ചെയ്യും, ഇതൊന്നും ചെയ്യാതിരിക്കുക. ഓക്കെ, അപ്പം നമുക്ക് തൽക്കാലത്തോട്ട് ഇന്ന് ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. നാളെ നമുക്ക് കാണാം മറ്റൊരു ടോപ്പിക്കുമായിട്ട്. ബിസി ടോക്കിൽ 10 മണി മുതൽ 11 മണി വരെ